ലക്ഷണങ്ങൾ മുഴുവൻ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുക. ഈ ദിവസങ്ങളിൽ ആ നിത്യതയ്ക്ക് വേണ്ടി ഓടുവാൻ, അനേകരെ ആ നിത്യതയ്ക്ക് വേണ്ടി നേടുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ കർത്താവ് നൽകുന്ന അവസരങ്ങളൊക്കെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത സാക്ഷ്യം വഹിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് അവസരം നൽകി തന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി ഈ ഹാളിലായിരിക്കുമ്പോൾ പ്രത്യേക കോൾച്ചസ്റ്റർ പട്ടണത്തിൽ നിന്ന് പുറത്തു നിന്ന് വന്ന ഒത്തിരി പ്രിയപ്പെട്ടവർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ ചോദിക്കുന്നു. ഈ കോൾച്ചസ്റ്റർ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മ നൽകി തന്നിട്ടുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളെ കർത്താവ് നൽകി തന്നിട്ടുണ്ട്. ഇന്ന് രാത്രി പല പ്രിയ സഹോദരങ്ങളും നമ്മുടെ മധ്യത്തിലായിരിക്കുന്നു. അവരും ഒന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ, അത് ബ്രിട്ടന്റെ ആദ്യത്തെ സിറ്റി, ഫസ്റ്റ് സിറ്റി, ബ്രിട്ടന്റെ ആദ്യത്തെ സിറ്റി എന്നറിയപ്പെടുന്ന പട്ടണം ഈ കോൾച്ചസ്റ്റർ പട്ടണമാണ്. അതെ, ഈ പട്ടണത്തിൽ കർത്താവിന്റെ മഹത്വമേറിയ സാക്ഷ്യം വഹിപ്പാൻ തക്കവണ്ണം ദൈവം നൽകിയിരിക്കുന്ന ഓരോ സാവകാശവും കർത്താവിന്റെ നാം മഹത്വത്തിന് വേണ്ടി വിനിയോഗിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടുകൂടെ, ഒറ്റ ആഗ്രഹത്തോടുകൂടെ, ആ വലിയ എരിവോടുകൂടെ പല പ്രിയ സഹോദരങ്ങളും ഇവിടെ ആയിരിക്കുന്നു. അവരുടെ ബദ്ധപ്പാടുകളുടെ നടുവിലാണ് ഇന്ന് രാത്രിയിലും ഇവിടെ ആയിരിക്കുന്നത്. പ്രത്യേകാൽ നിങ്ങൾ ഈ പട്ടണത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവ് പല രാജ്യങ്ങളിലും ആ ഉണർവിനെ അയച്ചുകൊണ്ടിരിക്കുക. നിശ്ചയമായിട്ടും ഈ ദേശത്ത് ദൈവം ഒരു വലിയ ഉണർവ് നൽകി തരുന്നുണ്ട്. അതിൽ വലിയൊരു ഓഹരി ദൈവം നമുക്ക് വെച്ചിട്ടുണ്ട്. അതിലൊരു വലിയ പങ്ക് നമ്മുടെ മുമ്പിലുണ്ട്. ഒരു വലിയ ദൗത്യം നമ്മുടെ മുമ്പിലുണ്ട്. കഴിഞ്ഞ നാളുകളിലൊക്കെ ഈ പട്ടണത്തിൽ തലങ്ങും വിലങ്ങും ഓടുവാൻ തക്കവണ്ണം പ്രത്യേക കർത്താവിന്റെ ദാസൻ പാസ്റ്റർ കോളി ചെറിയാൻ അവർ നമ്മുടെ മധ്യത്തിലായിരിക്കുന്നു. കർത്താവിന്റെ ദാസന് ദൈവസഭയെ ദൈവം അവിടുന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ പട്ടണത്തിൽ ഞങ്ങൾ വന്ന് ചാർജ് എടുക്കുന്നതിന് മുമ്പ് ആ ദൈവസഭയോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ആരാധനയിൽ ഭാഗവാക്കാകുവാൻ, കൂട്ടായ്മയിൽ പങ്കേരുവാൻ കർത്താവ് ഞങ്ങൾക്ക് അവസരം നൽകി തന്നിട്ടുണ്ട്. ഇന്ന് പകലിൽ അതേ ലണ്ടനിൽ നിന്നും ഒത്തിരി സഹോദരങ്ങൾ നമ്മളോടൊപ്പം ആയിരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ ഒരുമിച്ചായിരിക്കുന്നത് ദൈവം നൽകി തന്ന ഇന്റൻഷൻ, കർത്താവ് നൽകി തന്ന ദാഹം, അതെ ഇന്ന് പകലിൽ ഈ പ്രിയ അഭിഷിക്തന്മാർ, പ്രിയ ദൈവസഭകളൊക്കെ ഈ പട്ടണത്തിലായിരിക്കുമ്പോൾ അതിന്റെ ഒരു ഭാഗവാക്കായി തീരുവാൻ വേണം ഒരു വലിയ ആഗ്രഹത്തോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് രാത്രിയിൽ അല്പസമയം കർത്താവിന്റെ ദാസൻ ദൈവസഭയെ അഭിസംബോധന ചെയ്യുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. നിങ്ങളാരും വന്നവരെ പോലെ മടങ്ങത്തില്ലെന്ന് എനിക്ക് വലിയ ഒരു ഉറപ്പുണ്ട്. ആ ഉണർവിന്റെ ഭാഗവാക്കായിട്ടേ നാം മടങ്ങാവൂ. ഈ ദിവസങ്ങളിൽ നാം കൊതിക്കുന്നത്, നാം ആഗ്രഹിക്കുന്നത്, നാം പ്രാർത്ഥിക്കുന്നത് ആ വലിയ ദൗത്യത്തിലേക്ക് കർത്താവെ ഞങ്ങളെയും അവിടുന്ന് ഉപയോഗിക്കണമേ എന്നുള്ളതായി മാറട്ടെ. നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ സമയമൊക്കെ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ നാം മഹത്വത്തിന് വേണ്ടി മാറ്റിവെക്കുവാൻ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. കരങ്ങളടിച്ച് അല്പസമയത്തെ അതേ ഹല്ലേലൂയ സമയത്തെ ചിന്തയ്ക്കായിട്ട് കർത്താവിന്റെ ദാസനെ ഒന്ന് സ്വാഗതം ചെയ്താട്ടെ. We welcome you, man of God, Pastor Goldie Cherian. Please come forward. എനിക്ക് ദൈവത്തിൽ നിന്നും പ്രാപിക്കണമെന്ന് കൊതിയുള്ളവർ ആത്മാവി പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ആത്മാവി പ്രാർത്ഥി. എല്ലാവരും വായികളെ തുറന്ന് If you can speak in tongues, speak in tongues. അന്യഭാഷകളെ മൂവ് ചെയ്താട്ടെ. ആത്മാവി മൂവ് ചെയ്താട്ടെ. ആത്മാവിന്റെ ചലനത്തിന്റെ അകത്ത് മൂവ് ചെയ്താട്ടെ. ആത്മ സാന്നിധ്യത്തിന്റെ അകത്ത് മൂവ് ചെയ്താട്ടെ. റുഷ് ബഹോ ടബ ലപ്രകതോഷ് ബഹേനെ റോസന്തനരമഷ് മഹ ലപ്രകതബോ സൈതനരമഷ് ബഹേനെ ബ്രോ ലബകസി റകഷ് ബഹോ ടബ രമനഗഡഗ. വായികളെ തുറന്ന് ശബ്ദമുയർത്താൻ പറ്റുന്നവർ വായികളെ തുറന്ന് ശബ്ദമുയർത്തി യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്നവർ യേശുവേ എന്ന് വിളിച്ചോ. ഇതിന്റെ അകത്ത് വായികളെ തുറന്ന് ശബ്ദിക്കാൻ പറ്റുന്നവർ Thank you, Jesus. Yes. ഞാനിങ്ങനെ പറയാം. I hope we all are Malayalis, am I right? Yes. നമുക്ക് മലയാളികൾക്കൊരു പ്രത്യേകത ഉണ്ട്. ഭാര്യയെ സ്നേഹിക്കുന്നതിന് അവക്കറിയാലോ, അവളോട് ഐ ലവ് യു എന്ന് പറയത്തില്ല, അവൾക്ക് പൂ മേടിച്ചു കൊടുക്കത്തില്ല, അവൾക്ക് ഇഷ്ടമുള്ള കഫേ കൊണ്ടുപോകത്തില്ല, അവൾക്ക് ഇഷ്ടമുള്ള കാപ്പി മേടിച്ചു കൊടുക്കത്തില്ല. ചില അമ്മമാർ പറയുന്നത് കേട്ടോ, പാസ്റ്റർ ഇന്ന് പ്രൊഫറ്റിക്കലി മൂവ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ അത് സംഭവിച്ചോട്ടെ. നമ്മൾ ഉള്ളി സ്നേഹം വെക്കുന്നവരാ. കർത്താവിൻ്റെ അടുത്തിൽ ഉള്ളി സ്നേഹം വെക്കുന്നവരാ. ഉള്ളി കരയും, ഉള്ളി സന്തോഷിക്കും, ഉള്ളി കമോൺ. ദൈവം ഈ കണ്ണ് തന്നത് ആ സന്തോഷം പ്രകടിപ്പിക്കാനാ. ദൈവം ഈ വാ തന്നത് സന്തോഷം പ്രകടിപ്പിക്കാനാ. ദൈവം ഈ നാവ് തന്നത് സന്തോഷം പ്രകടിപ്പിക്കാനാ. അങ്ങനെ സന്തോഷമുള്ളവർ ആമേൻ ആമേൻ വാ തുറന്നു പ്രാർത്ഥിച്ചോ. അല്ലാത്തവർ വായ അടച്ചോ. ഞാൻ ഊമർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക.
ഇന്ന് രാത്രി നിങ്ങളുടെ വാ തുറക്കുന്ന രാത്രിയാ. ഇന്ന് രാത്രി നിങ്ങളുടെ വായ ദൈവം തുറക്കുന്ന രാത്രിയാ. ഇന്ന് രാത്രി ആ ദൈവ സാന്നിധ്യത്തിന്റെ അകത്ത്, ഇന്ന് രാത്രി ആ ദൈവ സാന്നിധ്യത്തിന്റെ അകത്ത് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്നതാ. Come on, shout the name Jesus. നീ വിളിക്കുന്ന നാമം അത് എല്ലാവർക്കും കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു നാമമല്ല. അവൻ സകലത്തിനും മേലായ നാമം, അത്ഭുതങ്ങളുടെ നാമം, സകലത്തിന്റെയും ശ്രേഷ്ഠമായ നാമം, രോഗികളുടെ സൗഖ്യദായകൻ, ഭൂതബാധിതരെ വിടുവിക്കുന്നവൻ, മുടന്തരെ എഴുന്നേൽപ്പിക്കുന്നവൻ, ചെകിടന്റെ ചെവിയെ തുറക്കുന്നവൻ. അത് യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു. അവൻ അത്ഭുത മന്ത്രി, വീരനായ ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു, എന്റെ ഡാഡി. Oh, he is my creator. He is my creator. He is my alpha. എന്റെ തുടക്കമായവൻ, എന്റെ ഒടുക്കമായവൻ. അവൻ ഈ മുറിയിൽ ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർ നാവുകളെ തുറന്ന് കരങ്ങളെ ചലിപ്പിക്കാൻ പറ്റുന്നവർ കരങ്ങളെ ചലിപ്പിച്ച് യേശുവേ എന്ന് വിളിച്ചാട്ടെ, യേശുവേ എന്ന് വിളിച്ചാട്ടെ, യേശുവേ എന്ന് വിളിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളുടെ ദൈവം, അത്ഭുതങ്ങളുടെ ദൈവം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ ദൈവ സാന്നിധ്യത്തിൽ വന്നിരിക്കുമ്പം do you know who he is? When he says something, it will happen. അവൻ ചിലത് നിന്നെ നോക്കി വിളിച്ചു പറഞ്ഞാൽ, ഉൽപ്പത്തി പുസ്തകം 1:2, ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. അവൻ അതിനെ നോക്കി വിളിച്ചു പറഞ്ഞു ഉണ്ടാകട്ടെ. അവൻ അതിനെ നോക്കി വിളിച്ചു പറഞ്ഞു ഉണ്ടാകട്ടെ. ആ വാക്കിന്റെ അകത്ത് ചിലത് ഉള്ളതായെങ്കിൽ I know something is creating here. Something is birthing here. ആരാ ദൂതിനെ മുറുക്കെ പിടിക്കുന്നത്? എനിക്ക് വേണ്ടി ചിലത് ഉള്ളതാകുന്നു. ഇന്ന് പകലിൽ അഭിഷേകം ഇതിന്റെ അകത്ത് കയറി നിൽക്കുമ്പോൾ തന്നെ ഞാൻ ആത്മാവിൽ ചിലരോട് പ്രവചിക്കാം. ഞാൻ ആത്മാവിൽ ചിലരോട് ഞാൻ പ്രവചിക്കാം. ചിലത് ഉളവാകുന്നു, ചിലത് ഉളവാകുന്നു, ചിലത് ഉളവാകുന്നു, ചിലത് ഉളവാകുന്നു. എനിക്ക് വേണ്ടി ചിലത് ഉളവാകുന്നു. Hey, hey, hey. Come on, ഈ ദൂത് കേൾക്കുമ്പോ നീ ഒരുപക്ഷെ പറയും, Pastor, you are wrong. എന്റെ വിഷയം പഴകിയതാ, എന്റെ വിഷയം ശൂന്യതാ, എന്റെ വിഷയം തകർന്നതാ. But let me tell you, when my God says let it be there, it will be there, because my God is a creator. He is the beginning, He is the end, He is my everything. ആരാ വിശ്വസിക്കുന്നത്? ഈ പ്രാരംഭ നിമിഷത്തിൽ തന്നെ ചിലരുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയി. Hey, come on, Shakatam. Oh, Shalprakatamasi. ഞാൻ ആത്മാവിൽ ചിലരോട് ഞാൻ നോക്കി പ്രവചിക്കുക, ഇതുവരെ പോയതുപോലെ ഒരു ലൈഫ് അല്ല, ഇന്നു മുതൽ പുതിയ തുടക്കം എന്റെ ലൈഫിൽ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവർ. Hey, hey, come on, come on. Salprakash Mahatabra. ആത്മാവിനെ ചിലരെ നോക്കി ഞാൻ പ്രവചിക്കുക. ആരാ ഇതിനെ കയറി പിടിക്കുന്നത്? ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുക. ഇതിന്റെ അകത്തുനിന്ന് ഒരു തലമുറ പാലും ശൂന്യമായതിനെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുക. Let it be there. Hey, Shakatama. Hey, Kashbakatama. അനൂപ് വൈഫിന്റെ പേരെന്താ? ഷയോണോട് ഞാൻ ചോദിക്കട്ടെ, പാഴും ശൂന്യമായതിനെ നോക്കി അവൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോ മനോഹരമായി ഈ ഭൂമി ഉളവായെങ്കിൽ നിന്റെ ലൈഫിനെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, മനോഹരമായത് ഇന്നു രാത്രിയിൽ നിനക്ക് വേണ്ടി, ഇന്നു പകലിൽ ഞാൻ ആത്മാവിൽ ഡിക്ലെയർ ചെയ്യുന്നു. I stand in the word and the authority and anointing. I declare and declare a new thing, a new thing. ഇന്നു പകൽ നിന്റെ മേൽ അങ്ങനെ ഒരു പുതപ്പ്. എല്ലാരും നോക്കി പറഞ്ഞു അത് പാഴാ, അത് ശൂന്യമാ. There is nothing, there is nothing, there is nothing, there is no possibility. But I decree and declare over Shayona's life, may it be a new day. Let the creation be favorable for you. ക്രിയേഷനുകൾ മുഴുവൻ നിനക്ക് അനുകൂലമായി സംഭവിക്കുക. ഒരു അസാധാരണമായത് നിന്നെ നോക്കി കൽപ്പിക്കുകയോ. Shakatama
അടുത്തിരിക്കുന്ന ഒരാൾക്ക് കരം കൊടുത്ത് പറയാൻ പറ്റുന്നേ, എന്റെ ലൈഫിനെ ഇന്നൊന്ന് ചേഞ്ച് ചെയ്യാം. അടുത്തിരിക്കുന്ന ഒരാൾക്ക് കരം കൊടുത്ത് പറ. We can understand what I am saying. അടുത്തിരിക്കുന്ന ഒരാൾക്ക് കരം കൊടുത്ത് പറ. ഒരു സഹോദരിയോ സഹോദരനോ ആരും ആകട്ടെ, when you are in the presence of God, we are the child of God. അടുത്തിരിക്കുന്ന ഒരാൾക്ക് കരം കൊടുത്തിട്ട് പറ, എന്റെ ലൈഫിൽ അവൻ ചിലത് പുതിയത് ചെയ്യാൻ പോവുക. എന്റെ ലൈഫിൽ അവൻ ചിലത് പുതിയത് ചെയ്യാൻ പോവുക. വിശ്വസിക്കുന്നവർ അതിനെ ആമേ പറയൂ. അടുത്ത വരുന്ന ചില നിമിഷങ്ങൾ, ഇന്ന് പകലിൽ കഴിഞ്ഞ 32 വർഷം നീ നടന്നതുപോലെയല്ല. ഈ ദിവസം നിനക്ക് വേണ്ടി ചിലത് പുതിയത് ഉളവാകുക. ചിലത് പുതിയത് ഉളവാകുക. ആ വേട് ഞാൻ ആത്മാവിൽ പ്രവചിക്കുക. ചിലരെ നോക്കി ഞാൻ ആ വേട് പറയുന്നു, യഫദ യഫദ എന്ന് പറഞ്ഞാൽ തുറന്നു വരിക, തുറന്നു വരിക, തുറന്നു വരിക. അടഞ്ഞു പോയത് പ്രതീക്ഷയില്ലാത്തത് നിന്നെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുക. യഫദ Kataba Shakataba. Hey, come on. Shakarash Bahata. Hey. Oh, Shaba. Jesus. ആരാ വിശ്വസിക്കുന്നേ? എനിക്ക് വേണ്ടി സ്വർഗം ഇന്ന് ചിലത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ആരാ ഉള്ളേ? ഞാൻ അഗന്നസരത്ത് തടാകത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നെത്തിക്കട്ടെ. ഒരുവൻ ഒരു റിപ്പോർട്ട് കൊണ്ട് നിൽക്കുകയാ, പാസ്റ്ററേ, മൈ ലൈഫ് ഈസ് സീറോ. എന്റെ ലൈഫിൽ മുഴുവൻ ശൂന്യതകളാ. അവൻ അങ്ങനെ യേശുവിനോട് അന്നൊരിക്കൽ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് പറഞ്ഞു. നാദാ, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. എന്താ നിന്റെ റിസൾട്ട്? ഒന്നും കിട്ടിയില്ല. എന്താ നിന്റെ റിസൾട്ട്? ഒന്നും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. There is no result, there is no progress. Oh la kashmahatabaka. എന്റെ ലൈഫിൽ കാണാൻ പറ്റിയതായിട്ടൊന്നുമില്ല വാസേ. എന്റെ ലൈഫിൽ പറയാൻ പറ്റിയതായിട്ടൊന്നുമില്ല. ഇന്ന് രാത്രി വിശ്വസിക്കുന്നു, ഈ കോൾച്ചസ്റ്ററിൽ ദൈവം നിന്നെ അയച്ചിട്ടുണ്ടെങ്കിൽ, ഈ UK-യിൽ ദൈവം നിന്നെ അയച്ചിട്ടുണ്ടെങ്കിൽ, ഇംഗ്ലണ്ടിൽ ദൈവം നിന്നെ താമസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നുമില്ലാതാക്കി വിടുന്നവനല്ല എന്റെ ദൈവം. അവൻ അത്ഭുതങ്ങളുടെ ദൈവമോ, അവൻ അത്ഭുതങ്ങളുടെ ദൈവമോ. നിങ്ങൾക്ക് വിശ്വാസം വർദ്ധിക്കാൻ ഒരു കാര്യം പറഞ്ഞ് നമ്മൾ വീണ്ടും ആരാധനയിലേക്ക് കയറാൻ പോവുക. 2015 ദൈവം എനിക്കൊരു ദർശനം തന്നു. ആ ദർശനത്തിന്റെ അകത്ത് ആമേൻ, ആദ്യ കാലഘട്ടങ്ങളിൽ സഹകരിച്ച ചിലർ ഇതിന്റെ അകത്തുണ്ട്. കഥാവിന്റെ അഭിഷേക്തൻ പാസ്റ്റർ ആശിഷ് അതിന്റെ ഒരു ഭാഗവാക്കാണ്. കഥാവ് എന്നോട് പറഞ്ഞു, പട്ടണങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക. അതുവരെ ഞാൻ കരുതി ഞാനൊരു നല്ല ചർച്ചിൽ അംഗമായിട്ടിരിക്കുന്ന വ്യക്തിയാണ്. ഞാൻ ആ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ, കർത്താവ് എന്നോട് ഇങ്ങനെ പറയുന്നു. ആ പാസ്റ്റർ എന്നോട് പറഞ്ഞു, മോനെ, ഡു ഇറ്റ്. അങ്ങനെ ഞാൻ പട്ടണങ്ങളിൽ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആദ്യത്തെ പ്രാർത്ഥന എങ്ങനെയാണെന്ന് അറിയാമോ? കാനിങ് ടൗണിലെ ഒരു പാർക്കിൽ 9 പേർ കൂടി ഒരുമിച്ച് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ്. അടുത്ത സൺഡേ ആയപ്പോൾ അത് വർദ്ധിച്ചില്ല, അത് കുറഞ്ഞു. 9 പേര് 4 ആയി. പിന്നെ ഒരു 6 മാസം അത് 3 ആയി. ലോകം മുഴുവൻ പറഞ്ഞു, ഗോഡ്ലി, നിനക്കിത് പറ്റിയ പണിയല്ല. ചിലർ പറഞ്ഞു, 7 വർഷം പൂർത്തീകരിച്ച നിനക്ക് ഞാൻ ഒരു സ്വർണ്ണമോതിരം തരാം. എഴുതാവുന്നിടത്തൊക്കെ എഴുതി, പറയാവുന്നിടത്തൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു കാര്യം പറയാം, എൻ്റെ യേശു എന്നെ നോക്കി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ I know something is birthing there. 2015 അന്ന് പാർക്കിൽ തുടങ്ങിയ കൂട്ടായ്മ പിന്നീട് 3 പേരായി ചുരുങ്ങി, 4 പേരായി. കോവിഡ് എത്തിയപ്പം ഒരു ദൈവമനുഷ്യൻ, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു ദൈവമനുഷ്യൻ എന്നെ വിളിച്ചു. അദ്ദേഹം എന്നോട് ചോദിച്ചു, ചർച്ച അവിടെ ഉണ്ടോ? ഞാൻ പറഞ്ഞു, ഉണ്ട്. കോവിഡ് കഴിയുമ്പോൾ അവിടെ കാണുമോ? ഞാൻ പറഞ്ഞു, ദൈവം നട്ടനാണേൽ അവിടെ കാണും. ഞാൻ പറയാം, 2015 മുതൽ 2019 വരെ ഉണ്ടായിരുന്ന 4 വർഷത്തെ വളർച്ചയല്ല ദൈവ കോവിഡിൽ രഹോബോത്തിൽ ചെയ്തത്. ദൈവ കോവിഡിൽ ചെയ്തത് ഒരു സൂപ്പർ നാച്ചുറൽ ഗ്രോത്ത്, ഒരു സൂപ്പർ നാച്ചുറൽ ഗ്രോത്ത്. ആമേൻ. ഇന്ന് പകലിൽ ഞങ്ങൾക്ക് ഉറപ്പോടെ പറയാം, ഉണർവിന് വേണ്ടി കൊതിക്കുന്ന 3 അല്ല 200-ൽ പരം ആളുകളെ ദൈവ രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിലായി രഹോബോത്തിന് തന്നിട്ടുണ്ട്. അതിന്റെ അകത്തെ ഒരു സന്താനമാണ് കഥാവിന്റെ ദാസൻ പാസ്റ്റർ ആശിഷ്. ഒത്തിരി അഭിമാനത്തോടെ പറയട്ടെ, അതിന്റെ അകത്ത് കഥാവിന്റെ ദാസന് ദൈവം കൊടുത്തൊരു ദർശനമുണ്ട്. എനിക്ക് ഉറപ്പാ, ഉണ്ടാകട്ടെ എന്നൊരു വാക്ക് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പാഴും ശൂന്യമായതിന്റെ പുറത്ത് ആളുകൾ നോക്കി നിൽക്ക. ചിലത്
ഇതിന്റെ അകത്ത് ഈ ശബ്ദം കേൾക്കുന്ന ചിലതിനെ നോക്കി ഞാൻ ആത്മാവി വിളിച്ചു പറയാം. ചിലർ ഇതിന്റെ അകത്ത് ഗീവപ്പ് ചെയ്യുന്നു, ചിലർ ഇതിന്റെ അകത്ത് വല കഴുകുന്നു. I don't know, I don't think I have any future, I don't think there will be any progress. പക്ഷേ ഇന്ന് രാത്രി ചിലത് സംഭവിക്കുന്നത് ശ്രദ്ധിക്കണേ. നിന്റെ പടകിൽ യേശു ഇരിക്കാൻ പോവുക. ആരാ വിശ്വസിക്കുന്നത്? പടകിൽ യേശു ഇരുന്നിട്ട് യേശു ചെയ്തത് എന്താണെന്നറിയാമോ? അവൻ ആ പടകിലിരുന്ന് അവരോട് സംസാരിച്ചു. The next couple of minutes, the next couple of hours, we are going to hear word of God. Am I right? We are expecting Pastor Tidu George. അദ്ദേഹം ഇന്ന് രാത്രി ഇതിന്റെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ ദൂത് കൈമാറും. പക്ഷെ അത് പറഞ്ഞു കഴിയുമ്പോൾ അഭിഷേക്തൻ ചില വാക്കുകൾ വിളിച്ചു പറയും. ആഴത്തിലേക്ക് നീക്കി നീ വല ഇറക്കുവിൻ. ഇത് വന്നതുപോലെ ഇന്നലെ രാത്രി വലയെറിഞ്ഞതുപോലെ എറിയാൻ നിൽക്കരുത്. ഇന്ന് രാത്രി അവൻ പറഞ്ഞ വാക്കിന്റെ പുറത്ത് വലയെറിയാൻ ആരെങ്കിലും നിൽപ്പുണ്ടെങ്കിൽ, I know your life is going to be different. I know your life is going to be massively different. I know your life is going to be new. നിന്റെ ലൈഫ് പുതിയതായി മാറാൻ പോവുകയാണ്. ഞാൻ എന്റെ ഒരു അനുഭവം പറഞ്ഞ് ഞാൻ വേഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാനൊരു പാസ്റ്റർ കുടുംബത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ്. പാഴ്സനേജിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ്. പാഴ്സനേജിൽ ഒരു പാസ്റ്റർക്ക് അനുഭവിക്കുന്ന വേദനകളും സുഖങ്ങളും ഒക്കെ ഒത്തിരി നന്നായിട്ട് അടുത്തറിഞ്ഞ വ്യക്തിയാണ്. ജീവിതത്തിൽ ഒരിക്കലും പാസ്റ്റർ ആകരുതെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ്. എല്ലാ ഞായറാഴ്ചയും ബൈബിൾ വായിക്കും. എല്ലാ ദിവസവും രാവിലെ വൈകിട്ടും പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും കൈയടിച്ചു പ്രാർത്ഥിക്കും. എല്ലാ ആഴ്ചയും ഞായറാഴ്ചയ്ക്ക് പോകുന്നതിന് മുമ്പേ മീശ ഉണ്ടെങ്കിൽ അന്നത്തെ കുറ്റിരോമം വരെ നമ്മൾ ഷേവ് ചെയ്യും. നീളമുള്ള വെള്ള ഷർട്ടിടും, നീളമുള്ള കറുത്ത പാൻറ്റിടും. എന്തിനേറെ ഞാൻ UK വന്നപ്പോൾ എൻ്റെ കയ്യിലുള്ളത് 4 വെള്ള ഷർട്ടും 4 കറുത്ത പാൻറ്റുമാണ്. ചർച്ച് ട്രിപ്പിന് പോകുമ്പോഴും ഇടാൻ അതേ ഉള്ളായിരുന്നു. ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം വിത്ത് വൈറ്റ് ഷർട്ട്, ബ്ലാക്ക് ഷർട്ട്. ലെറ്റ് മീ കറക്റ്റ് ഇറ്റ്. എനിക്ക് വെള്ള ഷർട്ട് ഇടാൻ പറ്റുമെങ്കിൽ നന്നായിട്ട് ഇട്ടു. എനിക്കൊരു പ്രശ്നമില്ല. സോറി, ഇന്ന് വെള്ളയല്ലല്ലോ. എനിക്കൊരു പ്രശ്നമില്ല. പക്ഷേ ഈ രാജ്യത്ത് വന്ന് 2015 വരെ ദൈവവുമായിട്ട് അടുത്തൊരു ബന്ധം എന്താണെന്നും ദ റിയൽ എൻകൗണ്ടർ എന്താണെന്നും അറിയാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. ഇതിൻ്റെ അകത്ത് കേൾക്കുന്നവരോടൊരു കാര്യം പറയാം. ചർച്ചിൽ പോകുന്നതല്ല അവനുമായിട്ടുള്ള ബന്ധം. വെള്ള ഷർട്ട് ഇടുന്നതോ ബുൾക്കാൻ വടിക്കുന്നതോ അല്ല അവനുമായിട്ടുള്ള ബന്ധം. അവനെ അപ്പ എന്ന് വിളിക്കാൻ ഒരു പ്രാഗൽഭ്യമുണ്ടെങ്കിൽ ഞാൻ ചർച്ചിൽ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ മക്കളെ. നീ വെള്ള ഷർട്ട് ഇട്ടാലും ഇല്ലെങ്കിലും കർത്താവിനെ സ്നേഹിക്കാൻ നീ പഠിക്കണം. നീ ബുൾക്കാൻ വടിച്ചില്ലെങ്കിലും ഉണ്ടെങ്കിലും നിന്റെ ഷർട്ട് കീറിയ ജീൻസ് ആണെങ്കിലും ഇതൊന്നും അല്ലെന്നേ. നല്ലതാ കേട്ടോ, കീറാത്ത ജീൻസ് നല്ല നല്ല ന്യൂ ഡ്രസ്സൊക്കെ മേടിച്ചിടാൻ പറ്റുമെങ്കിൽ നല്ല കാര്യം. അതൊന്നും അല്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ യു ലവ് ഹിം. കർത്താവിനെ സ്നേഹിക്കാൻ മറക്കാത്തൊരു തലമുറ. 2015 കർത്താവിനോട് പറഞ്ഞു, മോനെ എൻ്റെ പേര് പറഞ്ഞു ഓടാൻ ഒത്തിരി പേരുണ്ട്, പക്ഷെ എൻ്റെ സ്വപ്നത്തെ പൂർത്തീകരിക്കുന്ന ഒരു തലമുറയെ നീ എഴുന്നേൽപ്പിക്കാമോ? ഇന്ന് രാത്രി കോൾച്ചസ്റ്ററിൽ അത് സംഭവിക്കട്ടെ. ദൈവത്തിന്റെ സ്വപ്നത്തെ പൂർത്തീകരിക്കുന്ന ഒരു തലമുറ, ദൈവത്തിന്റെ ഒരു സ്വപ്നത്തെ പൂർത്തീകരിക്കുന്ന ഒരു തലമുറ, ദൈവത്തിന്റെ ഒരു സ്വപ്നത്തെ പൂർത്തീകരിക്കുന്ന ഒരു തലമുറ. ഞാൻ എൻ്റെ വേടുകളെ കൺക്ലൂഡ് ചെയ്യട്ടെ. അന്ന് വരെ ഞാൻ ഉണ്ടായിരുന്ന പ്രസ്ഥാനം, ഞാൻ ഉണ്ടായിരുന്ന ഡിനോമിനേഷൻ, അതെന്റെ സ്വപ്നമായിരുന്നു. ജോബിൻ ബ്രദറെ, അന്നൊക്കെ ഞാൻ ആൾക്കാരോട് പറയുന്നത് എൻ്റെ ഞരമ്പ് മുറിച്ചാൽ ആ പ്രസ്ഥാനത്തിലെ രക്തം വരുമെന്ന്. ചുമ്മാ അതൊക്കെ പറയുക. എൻ്റെ ഇമെയിൽ അഡ്രസ് അന്നും ഇന്നും ആ പ്രസ്ഥാനത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത്. ഗോഡ്ലി, പിന്നെ 3 അക്ഷരം കൂടെ പറയുന്നില്ല. എനിക്ക് ആ പ്രസ്ഥാനത്തോട് ഒരു വിരോധവും ഇല്ല. ദൈവശക്തമായി ഉപയോഗിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. കർത്താവ് എന്നോട് പറഞ്ഞു, മോനെ നീ ഡിനോമിനേഷന് വേണ്ടി ചാകാൻ നിൽക്കുക, ബട്ട് ഐ നീഡ് യു. എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. അതുവരെ എനിക്ക് കർത്താവുമായിട്ട് അങ്ങനെ ഒരു ബന്ധമില്ലായിരുന്നു. അതുവരെ എനിക്ക് കർത്താവുമായിട്ട് അങ്ങനെ ഒരു സ്നേഹമില്ലായിരുന്നു. അന്നു മുതൽ എന്നെ ദൈവം ഉടയ്ക്കാൻ തുടങ്ങി, എന്നെ പണിയപ്പെടാൻ തുടങ്ങി.
1 കൊരിന്ത്യർ ലേഖനം 3:16 നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? 100 ആവർത്തി വായിച്ച വാക്യം. ഒരു രാത്രിയിൽ ദൈവം എന്നോട് സംസാരിച്ചു. ഈ വാക്യം നീ വായിച്ചു, പക്ഷെ അവസാനത്തെ വേർഡ് നീ വിട്ടു. നീ അറിയുന്നില്ലയോ? God lives in you. The Spirit of the Lord dwells in you. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം, അത് ഫാക്റ്റ്. പക്ഷെ the moment you realize കർത്താവ് നിന്നിൽ വസിക്കുന്നുവെന്നും നീ ദൈവത്തിന്റെ ആലയമാണെന്നും നീ ദൈവത്തിന്റെ മന്ദിരമാണെന്നും നിനക്ക് ബോധ്യം വരുന്ന ദിവസം your life is going to be different. ഇന്ന് രാത്രി ഇതിന്റെ അകത്ത് എനിക്കറിയാം, ഈ അന്തരീക്ഷത്തിന്റെ അകത്ത് അത്ഭുതങ്ങളെ റിസീവ് ചെയ്യാൻ ഈ അറ്റ്മോസ്ഫിയർ റെഡി ആയി നിൽക്കുക. But the moment you are connected to that, your life will going to witness the supernatural miracles. ആരാ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നേ? ആ കുരുടനോട് ആരെങ്കിലും പറഞ്ഞാൽ ആ കുരുടൻ കേൾക്കുമോ? പുരുഷാരത്തെ അവന് പ്രശ്നമല്ല, ആ ജനതയെ അവന് പ്രശ്നമല്ല. അവൻ ഉറക്കെ വിളിച്ചു പറയും, ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണം. Lord, be merciful on me. ഇന്ന് രാത്രി ആരാ അങ്ങനെ നിലവിളിക്കുന്നേ? ഇന്ന് രാത്രി ആരാ അങ്ങനെ നിലവിളിക്കുന്നേ? ആ രക്തസ്രവക്കാരി, അവൾ ആ പുരുഷാരത്തെ വകവെക്കാതെ അവൾ വേഗതയിലേക്ക് ഓടുകയാ. എന്തിനാ? ആ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ. Come on, be ready to receive Jesus today. ആത്മാവി പ്രാർത്ഥിക്കാൻ പറ്റുന്നവരെല്ലാവരും ആത്മാവി പ്രാർത്ഥിച്ചു. ദൂതന്മാർ ഈ മുറിക്കകത്ത് ഇറങ്ങി നിൽക്കുകയാണ്. ഇതുവരെ കോൾച്ചസ്റ്റർ കാണാത്ത ഒരു അസാധാരണത്വം ഇതിന്റെ അകത്ത് നടക്കുമെന്ന് വിശ്വസിക്കുന്നവർ, ഇതുവരെ കോൾച്ചസ്റ്റർ പട്ടണം വിറ്റ്നസ് ചെയ്യാത്ത ഒരു റിവൈവൽ ഈ പട്ടണത്തിൽ നടക്കുമെന്ന് വിശ്വസിക്കുന്നവർ, be ready to meet Jesus today. ശകതബാ, യേശുവിനെ കാണാം, യേശുവിന്റെ സ്വരം കേൾക്കാം. ശബകതബാര, അവൻ എന്തു പറഞ്ഞാലും ഞാൻ അതിന് റെഡിയാ. ശകതബോനി ബ്രാക്സ്. രാത്രി ഈ മുറിക്കകത്തുള്ളവർ ഒരു ഹംബിൾ റിക്വസ്റ്റ് ഇത്രയേ ഉള്ളൂ. അഭിഷക്തന്മാർ പറയുന്ന എല്ലാ വാക്കിനെ പിടിച്ചെടുക്കാൻ നീ റെഡിയാണെങ്കിൽ, അതിനോട് പ്രതികരിക്കാൻ നീ റെഡിയാണെങ്കിൽ, നിന്റെ ലൈഫ് എന്നൊരു അത്ഭുതം കാണാൻ പോവുകയാണ്. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ സന്ധ്യാസമയം ആത്മാവിൽ ഈ അറ്റ്മോസ്ഫിയറിനെ, ഈ ഹോളിനെ ഞങ്ങൾ ആത്മാവിൽ മുദ്രയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലിൽ കോൾച്ചസ്റ്റർ പട്ടണത്തെ നോക്കി, I stand in the word and in authority and anointing. I decree and declare, get ready to witness the supernatural miracle is happening in this place. കർത്താവേ, ഇന്ന് പകലിൽ ഈ മുറിക്കകത്ത് നടക്കുന്ന അത്ഭുതങ്ങൾക്ക് വേണ്ടി ഈ പട്ടണവും ഈ അന്തരീക്ഷവും റെഡിയാകാൻ ഞാൻ ആത്മാവിൽ കൽപ്പിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഈ മുറിക്കകത്ത് വന്നവർ, ഇവരുടെ ലൈഫ് വന്നതുപോലെയല്ല, something supernatural അല്ല. Let everything be supernatural. Let everything be supernatural. അത് ഇവരുടെ ലൈഫിൽ സംഭവിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ആത്മാവിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ ജനതയെയും അഭിഷക്തനെയും കുടുംബത്തെയും കർത്താവേ, കൊതിയോടെ കടന്നു വന്ന ഓരോ വ്യക്തിത്വങ്ങളെയും, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ വ്യക്തിത്വങ്ങളെയും ഞങ്ങൾ ആത്മാവിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ അഭിഷക്തൻ ഇതിന്റെ അകത്ത് ഇറങ്ങി നിൽക്കുമ്പോൾ, ഇതിന്റെ അകത്ത് ശുശ്രൂഷിക്കുമ്പോൾ, അസാധാരണമായി അത് കാണാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ. അസാധാരണമായി അത് കേൾക്കാൻ ഞങ്ങളുടെ കാതുകളെ തുറക്കണമേ. അസാധാരണമായി അത് പ്രാപിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. നിങ്ങൾ ചെയ്തതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. Expect great things from God and you will receive the great things from God. God bless you. അഭിഷക്തൻ പറഞ്ഞ വേർഡിനെ കയറി പിടിക്കാൻ പറ്റുന്ന എത്ര പേരുണ്ട്?
എല്ലാവരും ആത്മാവി പ്രാർത്ഥിച്ചാണ്. എന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന ശുശ്രൂഷകൾ അത് സ്റ്റാഗ്നന്റ് ആയി പോകാനുള്ളതല്ല. എന്റെ മുൻപിൽ ദൈവം പകർന്നിരിക്കുന്ന വെളിച്ചം അത് കട്ടിലിൽ കീഴ്മേ കിടക്കാനുള്ളതല്ല. അത് പട്ടണത്തെ ശോഭിക്കാൻ ചില ഇരുട്ടിനെ, ചില അന്ധകാരത്തെ വെളിച്ചമാക്കാം. ചില മരണവീട്ടിലിരിക്കുന്നവരെ പുറത്തു കൊണ്ടുവരുക. അങ്ങനെ ഒരു അഭിഷേകത്തിന്റെ നിയോഗം എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട്? ചില ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരിക. ചില ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരിക. എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലിൽ ഈ കോൾച്ചസ്റ്ററിൽ ആയിരിക്കുന്ന ഈ തലമുറയെ ഞങ്ങൾ ആത്മാവിൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. പൈശാചിക മണ്ഡലത്തിൽ പിടിച്ചു വെക്കാൻ പറ്റാത്ത നരകത്തെ കൊള്ളയടിക്കുന്ന ആ വേടി ഞാൻ അങ്ങനെ തന്നെ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നു. നരകത്തിലേക്ക് പോകുന്ന ഒരു തലമുറയെ ദൈവരാജ്യത്തിലേക്ക് ആകർഷിക്കുന്ന അസാധാരണ പടക്കുതിരയായി ഇതിന്റെ അകത്തുനിന്ന് ഒരു തലമുറ പുറത്തു വരുന്നതിനായി സ്തോത്രം. ഇവരുടെ മേൽ ആ നിയോഗത്തെ ഞങ്ങൾ ആത്മാവിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവർ കിടക്ക വിട്ട് എഴുന്നേറ്റതുപോലെ ഇന്ന് പകല് ചിലരുടെ മേലെ പ്രകാശം വെളിപ്പെടട്ടെ, ചിലരുടെ മേലെ നിയോഗം വെളിപ്പെടട്ടെ, ചിലരുടെ മേലെ ആത്മസാന്നിധ്യം വെളിപ്പെടട്ടെ. In the mighty name of Jesus. ഒരു സൈന്യം, ഒരു സൈന്യം, ഒരു സൈന്യം, ഒരു സൈന്യം, ഒരു സൈന്യം, ഒരു സൈന്യം. ചിലതിനെ പൊട്ടിക്കുന്ന, ചിലതിനെ തുറന്നു വിടുന്ന, ചിലതിനെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന ഒരു സൈന്യം. അത് എഴുന്നേറ്റ് വരുന്നതിനാൽ അത് ഈ കോൾച്ചസ്റ്ററിൽ നിന്ന് അഭിഷക്തൻ പറഞ്ഞതുപോലെ ഈ മുറിക്കകത്തുനിന്ന് ചിലത് പുറത്തു വരുന്നതിനായി സ്വത്രം ഞങ്ങളത് വിശ്വസിക്കുന്നു, ഞങ്ങളത് ഏറ്റുപറയുന്നു. അങ്ങയുടെ ഭാഗാന്തിയെ ഞങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ദയവായിട്ട് നിങ്ങളുടെ സ്ഥാനങ്ങളിൽ പ്രാർത്ഥനയോടുകൂടെ ഇരുന്നാട്ടെ. ഇന്ന് പകലിൽ ഒരുമിച്ച് കൂടുവാൻ തക്കവണ്ണം കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം നൽകി തന്നു. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ വളരെ തിരക്കേറിയ ഒരു ജീവിതയാത്രയിൽ അല്പസമയം ദൈവവചനം കേൾപ്പാൻ തക്കവണ്ണം, അല്പസമയം ആരാധനയ്ക്കായി മാറ്റിവെക്കുവാൻ തക്കവണ്ണം കർത്താവ് ഇന്ന് രാത്രി നമുക്ക് അവസരം നൽകി തന്നല്ലോ. ഇന്ന് രാത്രിയിൽ അത് ഞങ്ങളെ സ്നേഹിച്ച്, ഈ ദേശത്തെ സ്നേഹിച്ച്, ഇവിടെയുള്ള പ്രവർത്തനങ്ങളെ മാനിച്ച് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവുമായിട്ട് ഈ മീറ്റിംഗിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. വിശേഷാൽ കർത്താവിന്റെ ദാസന്മാർ നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ, ദൈവസഭയിലെ ലീഡേഴ്സ് നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ, വിവിധ സ്ഥലങ്ങളിൽ ദൈവസഭയ്ക്ക് നേതൃത്വം നൽകുന്ന അഭിഷിക്തന്മാർ നമ്മുടെ മധ്യത്തിലുണ്ട്. നിങ്ങളുടെ സാന്നിധ്യത്തെ എല്ലാം ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. സമയത്തിന്റെ പരിമിതി നമ്മുടെ മുമ്പിലുണ്ടെന്ന് ഞാൻ അറിയുന്നു. അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് ടീമിനെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ കുഞ്ഞുങ്ങളൊക്കെ ശക്തമായിട്ട് അവരുടെ ഈ ചെറിയ പ്രായത്തിൽ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ അവരെയൊക്കെ ഒന്ന് ബ്ലസ് ചെയ്തൊന്ന് അനുഗ്രഹിക്കാനായിട്ട് കഴിയുമോ? നിങ്ങളുടെ കരങ്ങളൊക്കെ നീട്ടി പ്രിയ കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. അവരെ സ്റ്റുഡൻ്റ് ആയിട്ട് കടന്നു വന്ന പ്രിയപ്പെട്ടവരുണ്ട്, അവരൊത്തിരി ബദ്ധപ്പാടുകളുടെ നടുവിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ജീവിത സാഹചര്യങ്ങളുടെ അതേ ഹാലലീയ ഭാരം നിമിത്തം അതേ ഒത്തിരി ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്. എന്നാൽ ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് പ്രിയപ്പെട്ടവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ സ്വർഗീയ അനുഗ്രഹങ്ങളാൽ, ആത്മീയ നന്മകളാൽ, ഭൗതിക അനുഗ്രഹങ്ങളാൽ, എല്ലാ അനുഗ്രഹങ്ങളാലും ദൈവം നിറയ്ക്കേണ്ടുന്നതിനായി ഓരോ നിമിഷം ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ് ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരാധനയ്ക്ക് നേതൃത്വം നൽകുവാൻ ദൈവം കൊടുത്ത അവസരങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, ഇതൊരു തുടക്കമായി മാറട്ടെ. ഈ ദേശത്ത് തലങ്ങും വിലങ്ങും ഓടി കർത്താവിന്റെ നാമത്തിന് വേണ്ടി അധ്വാനിപ്പാൻ, പ്രവർത്തിപ്പാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം. അടിയങ്ങളുടെ പ്രാർത്ഥനയുടേതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ഇടത്ത് വലത്തിരിക്കുന്ന ഒരാൾക്കെങ്കിലും ഒന്ന് കരം കൊടുത്ത് പറഞ്ഞ് നിങ്ങൾ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരാ. നിങ്ങളുടെ നെയ്ബേഴ്സിനെ ഒന്ന് നോക്കി ചിരിച്ച മുഖത്തോടൊന്ന് പറഞ്ഞ് കർത്താവിനാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാ. ഇന്ന് രാത്രി അത് നിമിത്തമാണ് ഒരുമിച്ച് നമ്മൾ ഈ റൂമിലായിരിക്കുന്നത്, ഈ ഹോളിലായിരിക്കുന്നത്. കഴിഞ്ഞ നാളുകളിലൊക്കെ ഈ ദേശത്ത് കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങൾക്ക് അവസരം നൽകി തന്നു. ഈ ദേശത്ത് പ്രവർത്തിപ്പാനായിട്ട് ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം നൽകി തന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മ ദൈവം ഈ ദേശത്ത് നൽകി തരുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ഓർക്കുകയായിരുന്നു, വർഷങ്ങൾക്ക് മുമ്പ് ഈ പട്ടണത്തെ ഓർത്ത് പ്രാർത്ഥിച്ച അഭിഷിക്തന്മാരൊക്കെ ഇതിൻ്റെ നടുവിലുണ്ട്.
ഷീച്ചാൻ എന്തിയെ? ഷീച്ചാൻ, ഷീച്ചാൻ എന്തിയെ? ഇവിടെ എവിടെയോ ഉണ്ടല്ലോ ഷീച്ചാൻ. ഓക്കെ, കർത്താവിന്റെ ദാസൻ വർഷങ്ങൾക്ക് മുമ്പ് ഈ ദേശത്ത് കടന്നു വന്ന് ഈ കോൾച്ചസ്റ്റർ പട്ടണം ഞാൻ അറിയപ്പെടുന്നത് കർത്താവിന്റെ ദാസനെ കാണുമ്പോഴാണ്, പരിചയപ്പെടുമ്പോഴാണ്. അതുവരെ ഞാൻ കേട്ടിട്ടില്ലാത്ത ഒരു സ്ഥലമായിരുന്നു. എന്നാൽ വളരെ ദാഹത്തോടെ കർത്താവിന് വേണ്ടി പ്രിയ അഭിഷിക്തൻ ഈ ദേശത്തൊക്കെ ഓടിയിട്ടുണ്ട്. കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് ഞങ്ങളുടെ ഹാളിൽ കടന്നു വന്ന് ആ കർത്താവിന്റെ ദാസൻ ഇങ്ങനെ ഓർപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. നീണ്ട നാളുകൾക്ക് മുമ്പ് ഒരു ചർച്ച് സ്വപ്നം കാണുവാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യവും ഇല്ലാത്തപ്പോൾ, ഒരു മലയാളികളുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാതിരുന്നപ്പോൾ കർത്താവിന്റെ ദാസൻ ഈ ഹാളിനെയൊക്കെ നോക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവിന്റെ ദാസൻ ഈ ഹാളിനെയൊക്കെ കണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട്, കർത്താവേ ഇവിടെ ഞങ്ങൾക്ക് ഒരു കൂട്ടായ്മ നൽകിയിരുന്നു എങ്കിൽ എന്ന്. ഇന്ന് രാത്രിയിൽ ഒത്തിരി സന്തോഷത്തോടെ പറയാൻ കഴിയും, അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മ ദൈവം ഈ ദേശത്ത് നൽകി തരുവാനായിട്ട് ഇടയായി തീർന്നു. അത് വീണ്ടും ഞങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുക. ഇന്ന് രാത്രിയിൽ ഒത്തിരി തിരക്കിൽ ഒത്തിരി ബന്ധപ്പാടുകളിലായിരിക്കുന്ന ഞങ്ങളുടെ കൂട്ടു സഹോദരങ്ങളുണ്ട്. ദയവായിട്ട് ഒരു നിമിഷം ഈ സഭയിലുള്ള മെമ്പേഴ്സ് ഒന്ന് എണ്ണീറ്റ് നിൽക്കാമോ? ഈ സഭയിലുള്ള സഹോദരങ്ങൾ ദയവായിട്ട് ഒരു മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഈ പ്രിയപ്പെട്ടവരൊക്കെ ഒരു കാര്യം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ, ഈ ദേശത്ത് ഉണർവിന് ചുക്കാൻ പിടിപ്പാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ ഒന്ന് സഹായിക്കണമേ. ഈ പട്ടണത്തിൽ ഉണർവ് കർത്താവ് അയച്ചാൽ അതിൻ്റെ ഒരു ഭാഗവാക്കായി തീരുവാൻ ദൈവം ഞങ്ങളെ ഒന്ന് ഉപയോഗിക്കണമെന്ന് കൊതിയോടെ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരാ ഇന്ന് പകലിൽ ഈ ആലയത്തിൽ നിൽക്കുന്നത്. ഇവരെ ഒന്ന് നോക്കി ആത്മാവിൽ ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഇന്ന് പകലിൽ ഒത്തിരി പ്രതിസന്ധികൾ മുമ്പിൽ നിൽക്കുമ്പോഴും ഒത്തിരി പ്രയാസങ്ങൾ മുമ്പിൽ നിൽക്കുമ്പോഴും അവർക്കൊരു കാര്യം ഉറപ്പാ, വിളിച്ച ദൈവം വിശ്വസന. അവൻ വഴിയിൽ ഇട്ടിട്ട് പോകുന്ന കർത്താവല്ല. അവന്റെ മുഖത്തേക്ക് നോക്കിയവർ ആരും ലജ്ജിതരാകുവാൻ. ആമേൻ, ആമേൻ, ആമേൻ. ഈ ദിവസങ്ങൾ വിശേഷാൽ പ്രാർത്ഥിക്കുക. ഈ കൂട്ടത്തെ കൊണ്ട് കർത്താവിന് വലിയത് ഈ ദേശത്ത് ചെയ്യുവാനായിട്ടുണ്ട്. പ്രത്യേക നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക, ഇവരെ ഓർത്ത് ഒന്ന് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ദയവായിട്ട് നിങ്ങളുടെ സ്ഥാനങ്ങളിൽ ഇരുന്നാട്ടെ. എല്ലാ ആഴ്ചയിലും അനുഗ്രഹിക്കപ്പെട്ട ആരാധന ദൈവം നമുക്ക് നൽകി തന്നിട്ടുണ്ട്. ഈ പട്ടണത്തിൽ ഞാൻ ഇപ്പോഴും താമസിക്കുന്നത് ഈസ്റ്റാമില. എങ്കിലും കർത്താവ് നൽകി തന്ന ഒരു ദർശനത്തിനനുസരിച്ച ഈ പട്ടണത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവ് അവസരം നൽകി തന്നത്. ആ ഭാരം ഉള്ളിൽ കിടക്കുന്ന നിമിത്തം, ആ ഒരു വലിയ വാഞ്ച ആഗ്രഹം ഉള്ളിൽ കിടക്കുന്ന നിമിത്തം ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പാ, ഇന്നല്ലെങ്കിൽ നാളെ ദൈവം ഈ സ്ഥിതിയുടെ അവസ്ഥ മാറ്റും. ദൈവം ഈ സഭയുടെ സ്ഥിതിയെ മാറ്റും. ഞങ്ങളുടെ അവസ്ഥകളെ ദൈവം മാറ്റും. അതെ, ഹല്ലേലൂയ. ഒരു ഷീൽഡ് അതെ പൊട്ടി ഒരു കുഞ്ഞു പുറത്തു വരുന്നത് പോലെ ദൈവം ഈ സഭ ഈ ദിവസങ്ങളിൽ പണിതുകൊണ്ടിരിക്കുക. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. പ്രത്യേക ഈ കോൾച്ചസ്റ്റർ പട്ടണത്തിൽ നിന്ന് ആദ്യമായിട്ട് കടന്നു വന്ന ആരെങ്കിലും ഇന്ന് പകലിൽ എനിക്കറിയാം പല പ്രിയപ്പെട്ടവരുമുണ്ട്. അത് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾ ഈ ചർച്ചുമായിട്ട് കോണ്ടാക്ട് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ ദയവായിട്ട് നിങ്ങൾ ഈ കോണ്ടാക്ട് നമ്പർ എൻ്റെ നമ്പറാണ്, ദയവായിട്ട് നിങ്ങൾ നോട്ട് ചെയ്തിട്ട് പോവുക. എനി ടൈം നിങ്ങൾക്ക് വിളിക്കുവാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. പ്രാർത്ഥിപ്പാൻ ഞങ്ങൾ ഒത്തിരി കൊതിയോടെ വാഞ്ചയോടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിത പങ്കാളി ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അതെ, ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിളിക്കുവാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ ദിവസങ്ങളിൽ ഈ പട്ടണത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ സമയം അടുത്തിരിക്കുക. ആ സമയം വന്നിരിക്കുക. അതെ, കർത്താവിന്റെ മഹത്വമേറിയ സാക്ഷ്യം ഞങ്ങൾ മാത്രമല്ല പറയേണ്ടത്, അത് നിങ്ങളുടെ ജീവിത സാക്ഷ്യമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ മാത്രം സാക്ഷികളായി നിൽക്കുവാനായിട്ടല്ല ആഗ്രഹിക്കുന്നത്, അതിനോടൊപ്പം നിങ്ങളും സാക്ഷികളായി തീരുവാൻ ഞങ്ങൾ കൊതിയോടെ ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കുന്നു. പ്രത്യേക നിങ്ങൾ ഈ നമ്പർ നോട്ട് ചെയ്യുക. നിശ്ചയമായിട്ടും നിങ്ങൾക്ക് വിളിക്കുവാനായിട്ടുള്ള സാഹചര്യമുണ്ട്, സന്ദർഭമുണ്ട്. ഞങ്ങളെ കഴിയുന്നത്രയും സഹായം ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയും നമ്മുടെ മധ്യത്തിൽ നടക്കേണ്ടതായിട്ടുണ്ട്. കർത്താവിന്റെ ദാസൻ പ്രിയ ലൈജു ബ്രദർ, കർത്താവിന്റെ ദാസി പ്രിയ നർമിൻ കുഞ്ഞുങ്ങൾ, അവർ കുഞ്ഞുങ്ങൾ രണ്ടുപേരുമായി കുടുംബമായിട്ട് മണിക്കൂറുകൾ ഡ്രൈവ് ചെയ്താണ് അവർ ഇന്ന് പകൽ നമ്മളോടൊപ്പം ആയിരിക്കുന്നത്. പ്രിയ നർമിനെ എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെടുവാൻ കർത്താവ് ഭാഗ്യം നൽകി തന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങളുടെ ഡിഗ്രി പഠിക്കുവാനായിട്ട് ആ 4 വർഷം കൂട്ടായ്മ കൂടുവാനായിട്ടൊക്കെ ദൈവം അവസരം നൽകി തന്നു. ഒത്തിരി നല്ല ഓർമ്മകൾ, ഒത്തിരി നല്ല എന്താ പറയുക ദിവസങ്ങളെ കർത്താവ് ദാനമായി നൽകി തന്നു. പ്രിയ പൈതലുമായിട്ട് പ്രിയ കുടുംബം ഇന്ന് ഈ ആലയത്തിലായിരിക്കുന്നത്. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് പ്രിയ പൈതലിനെ
നൽകി അതേ പ്രിയ കുഞ്ഞിൻ്റെ ഡെഡിക്കേഷൻ സർവീസ് നടത്തുവാനായിട്ട് പ്രിയ കുടുംബം ആഗ്രഹിക്കുന്നു. അതിനായിട്ട് അല്പസമയം മാറ്റിവെക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് അതേ കർത്താവിൻ്റെ ദാസൻ ആ ശുശ്രൂഷകൾക്കും നേതൃത്വം നൽകും. വിശേഷാൽ രോഗികളായി ആരെങ്കിലും ഭാരപ്പെടുന്നുവെങ്കിൽ, അതേ ക്ഷീണിതരായി ആരെങ്കിലും ഭാരപ്പെടുന്നുവെങ്കിൽ, നിശ്ചയമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇത് ദൈവത്തിന് പ്രവർത്തിപ്പാനായിട്ടുള്ള സമയമാ. ഇത് കർത്താവിന് വൻ കാര്യങ്ങളെ ചെയ്യുവാനായിട്ടുള്ള സമയമാ. അതേ സമയം ഒട്ടും കളയാതെ അതേ ഹല്ലേലൂയ കർത്താവിൻ്റെ ദാസന് സമയത്തെ കൈമാറുവാനായിട്ട് ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കുന്നു. എനിക്കറിയാം ഈ ഹോള് വളരെ പരിമിതമാ, സീറ്റിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എങ്കിലും ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളെ അതേ കരുതി നിങ്ങൾ എടുക്കുന്ന എല്ലാ എഫോർട്ടിനും സ്വർഗം ധാരാളമായിട്ട് അനുഗ്രഹങ്ങളെ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദാസന് നമ്മൾ സമയം കൈമാറുന്നതിന് മുമ്പ് ഈ ദേശത്തെ പ്രവർത്തനങ്ങളെ സ്നേഹിച്ച് അതേ ഈ മീറ്റിങ്ങുകൾക്ക് വേണ്ടിയൊക്കെ അതേ നിങ്ങൾ കാണിക്കുന്ന എല്ലാ കൂട്ടായ്മകൾക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ ദാസന്മാർ 2 വരി പാട്ട് പാടും. ദൈവത്തിന് വേണ്ടി കൊടുക്കുവാനായിട്ടുള്ള സമയമാണല്ലോ. ദൈവനാമത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒന്നും വെറുതെ അല്ല. അതെ, നമ്മൾ വിതയ്ക്കേണ്ടുന്നത് റൈറ്റ് പ്ലേസിലാകിയാൽ അതെ മനസ്സിൻ്റെ ഉള്ളിൽ ആഗ്രഹത്തോടെ കൊടുപ്പാൻ്റെ ഗുണം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നിശ്ചയമായിട്ടും എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങളാലും ആത്മീക നന്മകളാലും അനുഗ്രഹിക്കുന്ന കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. അഭിഷിക്തന്മാർ ഒരു പാട്ടിൻ്റെ ഇരടികൾ പാടുമ്പോൾ ദയവായിട്ട് വോളണ്ടിയേഴ്സ് അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യും. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. Holy is your name. Together we sing, we fall down, and we fall down. We lay our crowns at the feet of Jesus, the greatest of your mercy and love, at the feet of Jesus. Come on, you sing it. We fall down above. We lay our crowns at the feet of Jesus, the greatest of above, mercy and love, at the feet of Jesus. We cry, holy, holy, holy. We cry, holy, holy. Daddy, you are holy. You are holy, holy, holy is your name. We love you, we adore you. We cry, holy, holy, holy. We cry, holy, holy. You are holy. You are holy, holy, holy is your name. അർപ്പിക്കപ്പെട്ട എല്ലാ സ്തോത്ര വഴിപാടുകളെയും ഓർത്തൊന്ന് സ്തോത്രം ചെയ്താട്ടെ. നിന്റെ എല്ലാ കാര്യങ്ങളെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ഇല്ലായ്മയിൽ നിന്ന് കൊടുത്ത പ്രിയപ്പെട്ടവരുണ്ട്. ഒത്തിരി ഭാരത്തിന്റെ നടുവിൽ നിന്ന് കൊടുത്ത പ്രിയപ്പെട്ടവരുണ്ട്. എന്നാൽ കർത്താവ് നിങ്ങളുടെ അവസ്ഥകളെ നന്നായി അറിയുന്നു. ഇന്ന് രാത്രിയിൽ ഇവിടെ പ്രസംഗിക്കുന്ന ദൈവവചനം നിങ്ങളുടെ ലൈഫിൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ അവസ്ഥകളെ മാറ്റുവാൻ കഴിയുന്നതാണ്. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കർത്താവിന്റെ കരം ചലിക്കട്ടെ, കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി നാം എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ജനീസ് ബ്രദർ മുമ്പോട്ട് കടന്നു വരും. നീട്ടിയ സ്തോത്ര വഴിപാടിനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കും. കർത്താവ് സഹായിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായിട്ട് ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ ദേശത്തിന് കർത്താവെ ഒരു വിടുതലായി, ഈ ദേശത്തിന് ഒരു അനുഗ്രഹമായി കർത്താവെ സ്തോത്രം. ഈ സന്ധ്യാസമയത്ത് കർത്താവെ
പൊന്നുപിതാവിൻ്റെ പാദപീഠത്തിങ്കൽ കർത്താവെ സ്തോത്രം ദൈവമേ, ഞങ്ങൾക്ക് കൂടി വരുവാൻ നൽകി തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ നടുവിലായിരിക്കുന്ന കർത്തൃദാസനായിട്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ കർത്താവെ, ഇന്നലെ മുതൽ കർത്താവെ സ്തോത്രം ഈസ്റ്റ് ആംഗ്ലിയയുടെ വിവിധ ദേശങ്ങളിൽ കർത്താവെ സ്തോത്രം ദൈവമേ, പ്രിയ മകനെ കർത്താവ് ദൈവമേ എടുത്ത് ഉപയോഗിച്ചുവല്ലോ അപ്പാ സ്തോത്രം. ഹല്ലേലൂയ. അത് അനേകർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീർന്നു, അനേകർക്ക് വിടുതലിന് കാരണമായി തീർന്നു അപ്പാ സ്തോത്രം. അപ്പാ സ്തോത്രം. ഹല്ലേലൂയ. ഈ രാത്രികാലവും ദൈവത്തിൻ്റെ ശബ്ദം കർത്താവെ സ്തോത്രം ദൈവമേ പ്രിയ മകനിലൂടെ കേൾക്കുവാൻ ദൈവമേ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് കൂടിച്ചേർന്ന് ഞങ്ങളായിരിക്കാൻ കർത്താവെ സ്തോത്രം ദൈവമേ, കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറച്ച് കർത്താവ് കാത്തുരുപാലിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അർപ്പിച്ചിരിക്കുന്ന സ്തോത്ര വഴിപാടിനായിട്ട് ദൈവമേ ഞങ്ങൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി കർത്താവെ നീട്ടിയ കരങ്ങൾ കർത്താവെ സ്തോത്രം ദൈവമേ കർത്താവ് കണ്ടിരിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു. ദൈവമേ ആർക്കെങ്കിലും എന്തെങ്കിലും ഭാരത്താൽ ദൈവമേ ഇതിലേക്ക് ഇന്ന് കൈനീട്ടുവാൻ സാധിക്കാത്തതുണ്ടെങ്കിൽ ആ അവസ്ഥകളെ മാറ്റുവാൻ സാധിക്കുന്ന ഒരു ദൈവമാണ് ഞങ്ങളുടെ ദൈവം അപ്പാ സ്തോത്രം. ഹല്ലേലൂയ. ഈ രാത്രികാലം ദൈവമേ ആ വിഷയത്തിൻ്റെ മേലും കർത്താവ് വിടുതലയക്കുന്നതിനായിട്ട് സ്തോത്രം കർത്താവെ സ്തോത്രം. ഞങ്ങളെ മുറ്റും ദൈവകരങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കർത്താവെ ഈ ഹോളിനകത്ത് നിറയട്ടെ കർത്താവെ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ അപ്പാ സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ കർത്താവെ സ്തോത്രം ദൈവമേ കർത്താവെ സ്തോത്രം. ഈ ദൈവദാസനോട് പറ്റിച്ചേർന്ന് ഞങ്ങൾ ആയിരിക്കാൻ കർത്താവെ ഈ പുതപ്പിൻ്റെ മറവിൽ കർത്താവെ സ്തോത്രം ദൈവമേ ഞങ്ങളെ ഇപ്പോൾ ആക്കിയിരിക്കുന്നതിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ ദൈവമേ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മാനവും മഹത്വവും പിതാവിന് അവിടുത്തെ പുത്രൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായിട്ടൊന്ന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. പ്രാരംഭത്തിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ പ്രിയ കുഞ്ഞിൻ്റെ ഡെഡിക്കേഷൻ നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. സമയം ഒട്ടും വേസ്റ്റ് ആക്കാതെ കർത്താവിൻ്റെ ദാസന് കൈമാറുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദയവായിട്ട് ഒരു നിമിഷം സഭ എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ അടിച്ച് കർത്താവിൻ്റെ ദാസനെ സ്വാഗതം ചെയ്താട്ടെ. കേരളക്കരയിൽ ലോകരാജ്യങ്ങളിൽ ദൈവശക്തമേറിയ നിലയിൽ ഉപയോഗിക്കുന്ന ഒരു അഭിഷക്തനാണ് ഇന്ന് രാത്രിയിൽ നമുക്കിടയിലുള്ളത്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കൊട്ടാരക്കരയിൽ ദൈവം തുടങ്ങിയ ആ ഒരു മൂവ് ഇന്ന് ലോകരാജ്യങ്ങളിൽ പ്രയോജനപ്പെടുന്നെങ്കിൽ, കോൾച്ചസ്റ്ററിൽ വന്നെങ്കിൽ ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ആമേൻ. ജീസസ് ഈസ് അലൈവ് എൽ ഷദായ് മിനിസ്ട്രീസ് എന്ന ആമേൻ അസാധാരണമായ ഒരു നിയോഗം, ആ ഒരു മൂവിനെ ദൈവം ലോകരാജ്യങ്ങളിൽ 600-ൽ പരം ചർച്ചകളിൽ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകൾ ക്രിസ്തുവിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു. അനേകം മിഷണറിമാരെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഇന്ന് രാത്രി ഈ കൊച്ചു മുറിക്കകത്ത് വന്നിരിക്കുമ്പം അദ്ദേഹം ക്യാരി ചെയ്യുന്ന ഒരു അനോയിന്റിങ് ആമേൻ ഇന്ന് പകലിൽ ഇവിടെ ചിലത് ചെയ്യാനുണ്ട്. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാൻ ഒരു കാര്യം ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകാം. ജീസസ് ഈസ് അലൈവ് അനുഗ്രഹിക്കപ്പെട്ട പ്രസ്ഥാനം. ഞാൻ അവിടെ ആമേൻ ശുശ്രൂഷിച്ചിട്ടുള്ളതാണ്. കൊതിയുള്ള, ആവേശമുള്ള, ദൈവത്തെ സ്നേഹിക്കുന്ന ആമേൻ അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ ആ കൊട്ടാരക്കരയിൽ എറണാകുളത്തൊക്കെ ഉണ്ട്. ഞാനൊരു കാര്യം പറയാം, മനോഹരമായൊരു ഹോള് അവിടെ പണിതുയർത്തു വരുന്നു. ആമേൻ. അതിൻ്റെ അകത്തും ഭാഗവാക്കാകുവാൻ ദൈവസ്നേഹത്തിൽ നിങ്ങളെ എൻകറേജ് ചെയ്യുക. ആമേൻ. ജീസസ് ഈസ് അലൈവിൻ്റെ TV മിനിസ്ട്രീസിൽ ഭാഗവാക്കാകുവാൻ ആമേൻ നിങ്ങളെ ഞാൻ എൻകറേജ് ചെയ്യുക. ആമേൻ. കർത്താവിൻ്റെ ദാസനാൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു തലമുറയുണ്ട്. ആമേൻ. ഇന്ന് പകലിൽ ഇതിൻ്റെ അകത്തുനിന്ന് അങ്ങനെ ഒരു തലമുറയും ഇതിൻ്റെ അകത്തുനിന്ന് എഴുന്നേറ്റ് വരാൻ പോവുകയാണ്. ആമേൻ. എനിക്കറിയാം പ്രശ്നമുള്ളവർ, പ്രയാസമുള്ളവർ, വേദനയുള്ളവർ ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്. കർത്താവിന് ഇന്ന് രാത്രിയിൽ ചിലത് ചെയ്യാനുണ്ട്. ഒരു നിമിഷം കണ്ണുകൾ അടച്ചാട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ അഭിഷക്തനിലൂടെ വൻ കാര്യങ്ങൾ ഈ പട്ടണത്തിൽ ദൈവം ചെയ്യിക്കുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. കൊതിയോടെ ഗ്രേറ്റ് എക്സ്പെക്ടേഷനോടെ ഞങ്ങൾ അടുത്ത് വരുന്നു. നീ ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങളെ തൊടണമേ, ഞങ്ങളെ പണിയണമേ. ദൈവകൃപയിൽ മറയ്ക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങൾ അടിച്ച് കർത്താവിൻ്റെ ദാസനെ തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചാട്ടെ. Praise the Lord. Glory to God. Hallelujah. Thank you, Lord Jesus. Hallelujah. ഏറ്റവും അനുഗ്രഹീതമായ നല്ല ഈവനിങ്ങിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെ ശുശ്രൂഷിപ്പാൻ കർത്താവ് നൽകുന്ന അവസരത്തിനായി പിതാവിന് നന്ദി പറയുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. എൻ്റെ
Can you please be seated in the presence of the Lord? എൻ്റെ പ്രിയ സഹോദരൻ ബദലൈജൂനും സിസ്റ്റർ നർമീനും ദൈവം ദാനമായി കൊടുത്ത നോറ എന്ന അനുഗ്രഹിക്കപ്പെട്ട പൈതലിനെ നമ്മളൊന്നിച്ചൊന്ന് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആ കുടുംബത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. 2 സങ്കീർത്തന ഭാഗങ്ങൾ ഞാൻ അതിനോടുള്ള ബന്ധത്തിലൊന്ന് കണക്ട് ചെയ്യുകയാണ്. വേദപുസ്തകത്തിൽ 128 സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നു, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. പറഞ്ഞേ, മക്കൾ ഒലിവ് പോലെ ഇരിക്കും. ഇനി 127 സങ്കീർത്തനത്തിൻ്റെ 3, 4, 5 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അവയും കൊണ്ട് തൻ്റെ യാവനാഴിക നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നഗരവാതിക്കൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെ ഉള്ളവർ ലജ്ജിച്ചു പോകുകയില്ല. കർത്താവദാസൻ ബ്രദർ ലൈജുവും സിസ്റ്റർ നർമീൻ, can you please come forward with your child Nora? Thank you, Holy Spirit. Let us sing that song. നന്ദിയോടെ ഞാൻ സ്തുതി എൻ്റെ എനിക്കായി നീ ചെയ്തോരോ ഇന്നു നന്ദി ചൊല്ലുന്നു. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. ചോദിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോന് സ്തുതി. ചോദിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോന് സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിയിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്ത നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. തലമുറകളെ വിശുദ്ധ വേദപുസ്തകം കമ്പയർ ചെയ്തിരിക്കുന്നത് 2 കാര്യങ്ങളോടുകൂടെയാണ്. ഒന്ന്, വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. ഞാനിവിടെ ഈ നോറമോളെയും ഇവരുടെ കുഞ്ഞുങ്ങളെ മാത്രം നോക്കിയല്ല ഞാൻ ഈ പറയുന്നത്, ഞാൻ ഇവിടുത്തെ തലമുറകളെ മുഴുവൻ നോക്കി പറയുന്നു. മക്കളില്ലാത്തവരിവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെ നോക്കി ഞാൻ പറയുന്നു. വീരന്റെ കയ്യിലെ അസ്ത്രം എങ്ങനെയാകുന്നോ അങ്ങനെയാകും നിന്റെ മക്കൾ. എന്താണ് വീരന്റെ കയ്യിലെ അസ്ത്രത്തിന്റെ പ്രത്യേകത? വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ ഒന്നും മിസ്സാകത്തില്ല. വീരൻ എവിടേക്കാണോ
ലക്ഷ്യം വെക്കുന്നത് ആ അസ്ത്രം കൃത്യസ്ഥാനത്ത് ചെന്നിരിക്കും. നിന്റെ തലമുറകൾ ലക്ഷ്യത്തിലെത്തും. I am not hear any voice from here. നിന്റെ തലമുറകൾ ലക്ഷ്യത്തിലെത്തും. ഹല്ലേലൂയ. 2, തലമുറയെ കുറിച്ച് ബൈബിളിൽ രണ്ടാമത് പറയുന്നു, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവിൻ തൈകളായിരിക്കും. വേദപുസ്തകത്തിനകത്ത് ശലോമോന്റെ കാലഘട്ടത്തിൽ വൃക്ഷങ്ങൾ തമ്മിലൊരു വലിയ മത്സരമുണ്ടായതായി ശലോമോൻ പറയുന്നു. വൃക്ഷങ്ങളിൽ രാജാവ് ആരാണ്? സഭാപ്രസംഗിയുടെ പുസ്തകം വായിച്ചിട്ടുള്ളവർക്കറിയാം, വൃക്ഷങ്ങളുടെ രാജാവ് ആര് എന്നുള്ളതിൻ്റെ ആ ഒരു കോമ്പറ്റീഷനിൽ സോളമൻ പറയുന്നു, വൃക്ഷങ്ങളുടെ രാജാവായി ഒലിവിനെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. എന്താണ് രാജാവ് എന്ന് പറഞ്ഞാൽ? അദ്ദേഹമാണ് ആ രാജ്യത്തിന്റെ പ്രഥമ പുരുഷൻ, ഒന്നാം സ്ഥാനം, നമ്പർ 1. 2, അധികാരി. നമുക്കറിയാം, ഈ ഇസ്രായേലൊക്കെ ഇവിടെ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ 2000 വർഷം പഴക്കമുള്ള ഒലിവ് വൃക്ഷങ്ങൾ അവിടെ ഇപ്പോഴും നിലവിലുണ്ട്. ഈ ആലയത്തിനകത്ത് ഉപയോഗിക്കുന്ന എണ്ണ എടുക്കപ്പെടുന്നത് ഒലിവിന്റെ ചതച്ചാണ്. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. രാവിലത്തെ മീറ്റിംഗ് ഭയങ്കര ബ്ലെസ്സിങ് ആയിരുന്നു. രാവിലെ 12 മണിക്ക് കയറിയിട്ട് 3:30 മണിക്ക് മീറ്റിംഗ് നിർത്താൻ മേലായിരുന്നു. വന്നവരിവിടെ ഇരിപ്പുണ്ട്. ഭയങ്കര പ്രൊഫറ്റിക് സെഷൻ ആയിരുന്നു. ഹീലിംഗ് ഒത്തിരി നടന്നു. അതൊക്കെ ഇവിടെ നടക്കണമെന്ന് എനിക്കുണ്ട്. പക്ഷെ ഈ ഒരു സംഭവം കണ്ടിട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. ഞാൻ തുടക്കത്തിലേ പറയുകയാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ലിസൺ ടു മീ, ലിസൺ ടു മീ. വൃക്ഷങ്ങളുടെ രാജാവായ ഒലിവ് മാറിയെങ്കിൽ നിന്റെ മക്കൾ, ഈ ചില ആളുകൾ പറയുന്നത് മക്കളെ കണ്ടും മാമ്പു കണ്ടും സന്തോഷിക്കേണ്ട എന്നാണ്. വേദപുസ്തകം ഒരിക്കലും പറയുന്നില്ല നിന്റെ മക്കൾ മാവും മാമ്പുവാന്ന്. നിന്റെ മക്കൾ ഒലിവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് അസൂയക്കാരന്മാര് പറയുന്നതാണ്. ഹല്ലേലൂയ. നിന്റെ മക്കൾ മാമ്പുവാണെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. നിന്റെ മക്കൾ ഒലിവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ വേദപുസ്തകം പറയുന്നത് മാത്രം വിശ്വസിക്കുന്നു, അസൂയക്കാരൻ പറയുന്നത് വിശ്വസിക്കുന്നില്ല. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ വൃക്ഷങ്ങളുടെ രാജാവ് ഒലിവാണ്. ഒളിമ്പിക്സിൽ ജയിക്കുമ്പോൾ ജയിച്ചവന്റെ ശിരസിൽ കിരീടമായി വെക്കുന്നത് ഒലിവിന്റെ ഇലകൾ ചേർത്ത് തുന്നിയാണ്. അതാണ് പൗലോസ് പറഞ്ഞത്, നമ്മൾ വാടുന്ന കിരീടത്തെ പ്രാപിക്കുന്നവരല്ല, വാടാത്ത കിരീടത്തെ. Listen to me, this is very important. Number 1, your generation. നിന്റെ തലമുറകൾ വീരന്റെ കയ്യിലെ അസ്ത്രമാണ്. അത് ലക്ഷ്യസ്ഥാനത്തെത്തുന്നു. 2, നിന്റെ തലമുറകൾ ഒലിവാണ്. ഒലിവ് വൃക്ഷങ്ങളുടെ രാജാവാണ്. അവരെ എങ്ങും രണ്ടാമതാക്കാൻ കഴിയില്ല. അവരെല്ലാം ഇവിടെ ഒന്നാമതായി തീരട്ടെ. 2, വൃക്ഷങ്ങളുടെ ആയുസ്സിൽ ഏറ്റവും ആയുസ്സുള്ള വൃക്ഷം ഒലിവാണ്. നിന്റെ തലമുറകൾ ദീർഘായുസ്സുള്ളതായിരിക്കട്ടെ. 3, ഒലിവ് മാന്യതയുടെ അടയാളമാണ്. നിന്റെ തലമുറകൾ മാനിക്കപ്പെടട്ടെ. 4, ഒലിവിന്റെ കായ അത് ഇടിച്ച് ചതച്ച് ആലയത്തിന്റെ എണ്ണയെ ഉപയോഗിക്കുന്നു. നിന്റെ തലമുറകൾ യഹോവയുടെ ആലയത്തിൽ കിടാത്ത വിളക്കുകളായി തീരട്ടെ. 3, ഒലിവിന്റെ എണ്ണ അഭിഷേകം ചെയ്യാൻ ഉപയോഗിക്കുന്നു. നിന്റെ തലമുറകൾ അനേകരെ അഭിഷേകം ചെയ്യുന്നതായിരിക്കും. യേശുവിൻ നാമത്തിൽ നിന്റെ തലമുറ അഭിഷേകത്തെ വഹിക്കട്ടെ. നിന്റെ തലമുറകൾ ലക്ഷ്യസ്ഥാനത്തെത്തട്ടെ. യെശയ്യാ 54:13 പറയുന്നു, നിന്റെ മക്കൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതും ആയിരിക്കും. I decree and declare it, that is in the spiritual realms, in the name of Jesus. Who believe this word is going to activate your generations in the mighty name of Jesus Christ. Ha. വാ തുറന്ന് പറയണം, എന്റെ തലമുറ വീരന്റെ കയ്യിലെ അസ്ത്രമാണ്.
എന്റെ തലമുറ വീരന്റെ കയ്യിലെ അസ്ത്രമാണ്. അത് മിസ്സാകത്തില്ല. അതെവിടെ ടാർഗറ്റ് ചെയ്യുന്നു അതിൽ എത്തിയിരിക്കും. യേശുവിന്റെ നാമത്തിൽ എന്റെ തലമുറ വീരന്റെ കയ്യിലെ അസ്ത്രമാണ്. എന്റെ തലമുറ മാമ്പുവല്ല, എന്റെ തലമുറ പ്ലാവല്ല, എന്റെ തലമുറ ഒലിവാണ്. ഒലിവാണ്. In the name of Jesus. With Elijah, I want to bless you, daughter Nora. In the name of Jesus Christ. Everyone, can you please stretch your hands here and bless this child? Thank you, Holy Spirit. Rashobrotobos. Father, I bless this child in the name of Jesus Christ. Father, I release your grace. I release your blessings. കർത്താവേ, ഒലിവായിരിക്കട്ടെ, വീരന്റെ കൈയുടെ അസ്ത്രമായിരിക്കട്ടെ. 54:13 നിന്റെ മക്കൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായിരിക്കും. ദൈവകൃപയിൽ വളർത്തുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. May God bless your daughter in the name of Father, Son and the Holy Spirit. Come on, stretch your hand and say, may God bless her in the name of Jesus. Shatamarulubush Bratakalamononos Sambranananamas. The name of Jesus. Sheliarokobo Shalata Shatamanananas. കർത്താവേ, കുഞ്ഞിടുന്ന ഒരു സിഗ്നേച്ചറിന് പോലും മില്യൺസിന്റെ വാല്യൂ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകരുടെ ഗണത്തിൽ ഈ പൈതലിനെ നിർത്തി അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. May God bless your family in the name of Jesus Christ. Oh, arhikyat. Lift up your hands and sing it, everyone. Adharangal turanna arhikyathavan magalu. In the name of Jesus. Thank you, Holy Spirit. You are Yahweh. You are Yahweh. Stand on your feet, everyone. You are Yahweh. You are Yahweh. You are Yahweh. Alpha and Omega. You are Yahweh, Alpha and Omega. You are Yahweh, you are Yahweh. Holy God, you are Yahweh. Holy God, Holy Spirit, precious Holy Spirit. You are Yahweh. Shama mama mara kolobos. You are Yahweh. Rene me malojo rebele la bebe. You are Yahweh. Shana na 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 mama mama. Oh, you are Yahweh, Alpha and Omega. You are Yahweh, Alpha and Omega. You are Yahweh.
Jesus, precious Jesus, holy, holy, holy. You are Yahweh. You are Yahweh, Alpha and Omega. You are Yahweh, Alpha and Omega. You are Yahweh. You are Yahweh. അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ എല്ലാവരും You are Yahweh. ഈ You are Yahweh. അന്യഭാഷ ലഭിച്ചിട്ടില്ലാത്തവർ മാത്രം ഈ വരികൾ പാടുക. ബാക്കി എല്ലാവരും ടങ്സിൽ പ്രാർത്ഥിക്കുക. ബാക്കി എല്ലാവരും ടങ്സിൽ പ്രാർത്ഥിക്കുക. Holy Spirit, thank you, Holy Spirit. Shabratele moros. Thank you, precious Lord. Your mighty power of the anointing, Lord. The fresh fire. The power of the Holy Spirit. In the name of Jesus Christ. La brakata bosh bahate, la rasata darabashbehe, la brakata bosete, ribash bohota barakasi, li brakash bohota barakasi, li brakata boshekereho, atadaraba sala brehe, rush bahata. Jalwa. Shata ta. Li brakata bosh. Jalwa. Victory. Ranchalayanta Shabaradaba. Shali Manatel Kayon Tarachara. Thank you, Holy Spirit. Your mighty grace. The name of Jesus. Shantana Manana. Please be seated in the presence of the Lord. Thank you, Holy Spirit. Kayam Shanani Alos. Thank you, Jesus. Thank you, Holy Spirit. Acts chapter 2, verse 1, 2, and 3. Acts chapter 2. പെന്തിക്കോസ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തുനിന്നൊരു മുഴക്കമുണ്ടായി. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി.
Holy Spirit. Thank you, Holy Spirit. Why you are standing, my brother? Why you are standing? You are feeling the presence of the Lord? You feeling it? Who is Soumya? Your wife name is Soumya. Prophesy, prophesy. Lord Jesus. The Lord want to open some new doors for your life. Fire. In the name of Jesus. Oh. Hold him, hold him. The power of God is touching him right now. Precious God, I release the fresh fire. The name of Jesus Christ. Lord, touch that sister over there in the name of Jesus Christ. The Lord is visiting many people here today. Shaya lo brutala kanananas. Germany antolo robo shana. Gaseleta la mananananas. Satolo monananananananana. Thank you, Holy Spirit. Thank you, Holy Spirit. Feeling the fresh fire. The Lord Almighty is going to anoint many people here today. Receive it. Many people here today. Silino Shalananas. Leprakash bahota bakasi. Leprakatosh bahata borosidili. Rashakota baba baba. Leprakatamos atarabash behe. Lurasatarabash bohota la bohosi. Rashbahata. La prakatabose. La rashakota bakate. Rakatabola hashehe. Rasatarabo rabashehe. La rakatabosa la prakatabose. La rabash bohota baragadagasi. La rakataboshe. Rai babala kosh bahata brakasi. Rubash bahala brakatabose. Thank you, Holy Spirit. The Lord is visiting 3 families. Yes, we believe it. The Lord is visiting 3 families. Prophesy, man of God. Rikamash Bhoti Brakata. The Lord is visiting. The Lord is visiting. The Lord is visiting you. Brother, the Lord is visiting your family. Stand. Sablando breta lalaya. Gaish mandolo maseletos. Rale mantala na. Lord is visiting. I break it all the barriers in the name of Jesus. Rajula marakela charata. Shata marakalabas. Sing it loudly. No problem. Shabratala la maroko salaba. Holy Spirit, visit them right now. Lord Jesus, settle them right now. I release the grace. Fire.
You are Release the Yahweh. grace. Garantala manananananana. You are Yahweh. Asuta blanana kush. Zalena nanamos. Sakratala You marotala. are Yahweh. Related to the visa. Thank you, Holy Spirit. Thank you, Holy Spirit. I'm coming, Pastor, because I want to preach it. Sister and brother, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയത് ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് റിലീസ് ചെയ്യും. Yes, hey. Rupash Mahatabo. തലമുറകളിലേക്ക് റിലീസ് ചെയ്യും. Prophesy, man of God, prophesy. Rukatamosh Mahata Brokosili, Rash Mahala Brakatamosetiri, Rush Mahala Brakatamosetiri. For Rabba speaking next, Hanya Pashagali Pradigare, Hanya Pashagali Lana, Rusha Baba. You are Yahweh. അവരെ സ്പർശിക്കണമേ, You അവരെ are സ്പർശിക്കണം, അവരെ സ്പർശിക്കണമേ. You are Yahweh. You are Yahweh. Please be seated. Thank you, Jesus. Thank you, Jesus. അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. വിശുദ്ധ ബൈബിളിൽ നിന്ന് ഈ ഒരു ഭാഗം കർത്താവ് ഈ ആരാധനയിൽ സംസാരിക്കുമ്പോൾ ദൈവം എന്തിനാണ് ഇങ്ങനൊരു വേദഭാഗത്തെ ഒരു കുറിവാക്യം പോലെ ഇന്ന് രാത്രിയിൽ നൽകിയതെന്ന് ചോദിക്കുമ്പോൾ ഇതേ അനുഭവം ഇന്നത്തെ മീറ്റിംഗിൽ ഒത്തിരി പേർക്കുണ്ടാവും. ഇത് ഈ ബൈബിളിലെ മുഴുവൻ ബ്ലെസ്സിങ്ങും വിശ്വസിക്കുന്നവർക്കുള്ളതാണ്. വിമർശിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും എന്നൊരു വാക്യം ബൈബിളിലില്ല. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. വിമർശിക്കുന്നവരിലേക്ക് എൻ്റെ ആത്മാവിനെ പകരുമെന്നൊരു വാക്യം ബൈബിളിലില്ല. ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജല നദി ഒഴുകും. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന മുഴുവൻ അനുഗ്രഹങ്ങളും വിശ്വസിക്കുന്നവർക്കുള്ളതാണ്. ഞാൻ ബൈബിൾ പഠിക്കുമ്പോൾ വിവിധ നിലകളിലുള്ള അഗ്നിയെക്കുറിച്ച് ഞാൻ തിരുവെഴുത്തിൽ കാണുന്നു. വിവിധ നിലകളിലുള്ള അഗ്നിയെക്കുറിച്ച് ഞാൻ ബൈബിളിൽ കാണുന്നു. ഞാൻ വീണ്ടും പറയുന്നു, ഇന്നത്തെ മീറ്റിംഗിൽ ഒത്തിരി സ്പിരിച്വൽ എക്സ്പീരിയൻസുകൾ വേറൊരു പ്രൊഫസിയൂടെ പറയാം. ചിലർക്ക് അത് ഇഷ്ടപ്പെടാതെ പകുതിയാകുമ്പോൾ ചിലർ പോകാനും സാധ്യതയുണ്ട്. Some people will go. They can't hear it because the demon is very disturbed. Thank you, Holy Spirit. Because I am preaching the fire of God. Yes, yeah, come on. Preach it, man of God. Thank you, Holy Spirit. ഞാൻ വേദപുസ്തകത്തിൽ ഈ പുസ്തകത്തിനകത്ത് തന്നെ I can see a cooking fire. Cooking fire. യേശു കർത്താവ് തീ കൂട്ടി തീക്കനലിനകത്ത് അപ്പം ചുട്ട് മീനുണ്ടാക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. That is a cooking fire. ഇതേ ബൈബിളിൽ തന്നെ I can see the blessing fire. അനുഗ്രഹമായി വെളിപ്പെട്ട തീ ഞാൻ കാണുന്നു. ഇതേ വേദപുസ്തകത്തിൽ തന്നെ I can see the judging fire. ന്യായവിധിയുടെ തീ ഞാൻ കാണുന്നു. Hallelujah. Cooking fire, blessing fire, judgmental fire, ഇതെല്ലാം തിരുവെഴുത്തുകൾക്കകത്തുണ്ട്. Hallelujah. എന്നാൽ
എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന എബ്രായർ 12:29 വാക്യമാണ്. Our God is a consuming fire. എൻ്റെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. Hebrew 12:29 ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ഹല്ലേലൂയ. തിരുവെഴുത്തുകളിൽ ഇരമ്യാവിന്റെ പ്രവചന പുസ്തകം 23-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എൻ്റെ വചനം തീ പോലെയും അത് പാറയെ തകർക്കുന്ന ചുറ്റികല്ല് പോലെയും അല്ലയോ. ദൈവത്തിന്റെ വചനം തീയാണ്, അത് പാറകളെ തകർക്കുന്ന ചുറ്റികല്ലാണ്. വീണ്ടും അതേ പ്രവാചകൻ തന്നെ ജെറമ്യ 5:14 ജെറമ്യ ചാപ്റ്റർ 5:14 പറയുന്നുണ്ട്, ഇതാ നിന്റെ വായിൽ എൻ്റെ വചനങ്ങളെ തീയും ഈ ജനത്തെ ഞാൻ വിറകുമാക്കും, ഈ ജനത്തെ ഞാൻ തീയാക്കും. ഹല്ലേലൂയ. കാരണം എൻ്റെ വചനത്തെ തീയും ഈ ജനത്തെ ഞാൻ വിറകുമാക്കി മാറ്റും. ശബ്ദമുയർത്തി ഹല്ലേലൂയ. Thank you Holy Spirit. Thank you. Can you please take care of your children? വചനങ്ങളെ തീയും ജനത്തെ വിറകുമാക്കിയാൽ, ഇന്ന് ഈ പ്രസംഗിക്കുന്ന വചനം തീയും നിങ്ങൾ വിറകുമാണെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും? ഇന്ന് ആളുകൾക്ക് പറയാൻ അത് പേടി. കത്തും കത്തും. ബൈബിൾ പറയുന്നു, എൻ്റെ വചനങ്ങളെ തീയും ഈ ജനത്തെ ഞാൻ വിറകുമാക്കും. താങ്ക് യു ജീസസ്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇന്ന് ഈ രാത്രിയിൽ നിങ്ങളിൽ ആ തീ പിടിക്കണം. ആ തീ പിടിക്കണം. വേദപുസ്തകത്തിൽ യേശു കർത്താവിനെ കുറിച്ച് മത്തായി സുവിശേഷം 3-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തുന്നു, ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നതേ ഉള്ളൂ. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്, അവൻ്റെ ചെരുപ്പ് ചുമക്കുവാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും നിങ്ങളെ തീയാലും സ്നാനമേൽപ്പിക്കും. Thank you Holy Spirit. ഹല്ലേലൂയ. ഇവിടെ ഞാൻ കാണുന്നത് പരിശുദ്ധാത്മാവിനാലും തീയാലും അവൻ നിങ്ങളെ സ്നാനമേൽപ്പിക്കും. ഈ നമുക്ക് ജഡ്ജ്മെന്റൽ ഫയറിനെ കുറിച്ച് മാത്രമേ അറിയത്തുള്ളൂ. വചനം തീയാണെന്നുള്ളത് വായിച്ചിട്ടില്ല, ദൈവം തീയാണെന്നുള്ളത് വായിച്ചിട്ടില്ല. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ ആ വാക്യങ്ങൾ എടുത്തു വായിപ്പിച്ചത്. എൻ്റെ വചനം തീയും ജനത്തെ വിറകുമാക്കും. എൻ്റെ വചനം തീ പോലെയാണ്, എൻ്റെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ഞാൻ ഈ ദേശത്ത് നിന്നുകൊണ്ട് കർത്താവിൻ്റെ ഒരു അഭിഷിക്തൻ എന്ന നിലയിൽ ചില കാര്യങ്ങൾ ആത്മതലങ്ങളിൽ ഡിക്ലെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു ജീസസ്. വേദപുസ്തകത്തിനകത്ത് സ്വർഗത്തിലെ ദൈവത്താൽ അയക്കപ്പെട്ട ഈ അഗ്നിയെ നന്മയ്ക്കായി ദൈവം വെളിപ്പെടുത്തിയ തീയായി ഞാൻ കാണുന്നുണ്ട്. ഈ സത്യദൈവം ആരെന്ന് ജീവനുള്ള ദൈവത്തിന് വെളിപ്പെടുത്തുവാൻ ബാലിന്റെയും അശേരകളുടെയും നടുവിൽ, അന്യാരാധനയുടെ നടുവിൽ സത്യദൈവത്തെ ദൈവത്തിന് വെളിപ്പെടുത്തുവാൻ ദൈവം തൻ്റെ ജനത്തിന് ഉത്തരമരുളിയത് തീ കൊണ്ടാണ്. തീ കൊണ്ടാണ്. ദൈവം മറുപടി കൊടുത്തത് അഗ്നി കൊണ്ടാണ്. ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ സ്റ്റൗവിൽ കത്തുന്ന തീ അല്ല. നിങ്ങൾ അതിനെ അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ പറയുന്നത് കാര്യം ഗ്രഹിക്കുവാൻ കഴിയാത്തത്. ഹല്ലേലൂയ. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 37-38 വാക്യങ്ങളിൽ ഏലിയാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, യഹോവേ എനിക്ക് ഉത്തരമരുളണമേ, നീ ദൈവം തന്നെ യഹോവേ, നീ ഞങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചു എന്ന് ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമരുളണമേ. 38-ാമത്തെ വാക്യത്തിൽ ഉടനെ യഹോവയുടെ തീ ഇറങ്ങി.
പിശാചിന്റെ തീയല്ല, ഉടനെ യഹോവയുടെ തീ ഇറങ്ങി. നീ ഉദ്ദേശിക്കുന്ന തീയല്ല, ഉടനെ യഹോവയുടെ തീ ഇറങ്ങി. ബാലിന്റെ 450 പ്രവാചകന്മാരുടെ നടുവിൽ, ഇശബേലിന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്ന 400 അശേരകളുടെ നടുവിൽ 852 പേർ. ബാലിന്റെ പ്രവാചകർ 450, അശേരയുടെ പ്രവാചകർ 400, ആഹാബും ഇസബേലും. അങ്ങനെ 852 പേർ ഒന്നിച്ചു നിന്നുകൊണ്ട് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ പുച്ഛിക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ, ഇസ്രായേലിൽ ദൈവമായിരിക്കുന്നത് ബാലാണെന്ന് ആമീൻ തീരുമാനിക്കുമ്പോൾ, അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യുമ്പോൾ, ഒരു മനുഷ്യൻ മറുഭാഗത്ത് ജീവനുള്ള ദൈവം ആരെന്ന് ദേശം കാണുവാൻ, ജീവനുള്ള ദൈവം ആരെന്ന് വെളിപ്പെട്ടു വരുവാൻ ആത്മതലങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, യഹോവയുടെ തീ ഇറങ്ങി. ബൈബിൾ പറയുന്നു, ഇസ്രായേലിൽ ജീവനുള്ളൊരു ദൈവമുണ്ടെങ്കിൽ അത് യഹോവയാണ് എന്ന് അവിടെ പ്രഖ്യാപിക്കേണ്ടി വന്നു. ബാലിനും അശേരയ്ക്കും തീയിറക്കാൻ കഴിഞ്ഞില്ല. കാരണം മറുഭാഗത്ത് മുഴങ്കാലിൽ പ്രാർത്ഥിക്കുന്ന ഹോളി ഫയർ. I am preaching the holy fire. ദൈവത്തിന്റെ അഗ്നി ക്യാരി ചെയ്യുന്ന ഒരു മനുഷ്യൻ മുഴങ്കാലിൽ ഇരുന്നു കൊണ്ട് അവിടെ അന്യാഗ്നിക്ക് കത്തുവാൻ കഴിഞ്ഞില്ല. ഇന്ന് ഈ കൂട്ടത്തിന്റെ നടുവിൽ, ഈ കോൾച്ചസ്റ്ററിൽ നിന്നുകൊണ്ട് ഞാൻ യേശുവിൻ നാമത്തിൽ പ്രഖ്യാപിക്കുന്നു, ഈ ദേശത്തിൽ ജീവനുള്ള ദൈവം യഹോവയാകുന്നു എന്ന്, യേശുവാകുന്നു എന്ന്, ജീവനുള്ള ദൈവം യാവയാകുന്നു എന്ന് അവന് വെളിപ്പെടുത്തുവാൻ ചില ഭവനങ്ങളിൽ, വ്യക്തികളിൽ ദൈവം തീ കൊണ്ട് ഉത്തരമരുളട്ടെ. നിങ്ങൾക്ക് എത്ര പേർക്ക് ഞാൻ ഈ പ്രസംഗിക്കുന്നത് മനസ്സിലാകുന്നുണ്ട്? സത്യദൈവം ആരെന്ന് ഇസ്രായേലിൽ വെളിപ്പെടുത്താൻ ദൈവം ഉത്തരമരുളിയത് തീ കൊണ്ടാണ്. ഇനി ഒരു ജനതയുടെ വിടുതലിനായി, ലക്ഷോപലക്ഷം ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി ദൈവത്തിനൊരു പുരുഷനെ വേണം. ദൈവം മോശയെ തിരഞ്ഞെടുക്കുന്നു. വേദപുസ്തകം പറയുന്നു, സ്വർഗത്തിലെ ദൈവം മോശയെ നിയമിക്കുന്നു. എവിടെയാണ് ആ നിയമനം നടക്കുന്നത്? പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ മോശയെ ദൈവം നിയമിക്കുന്നത് നിങ്ങൾക്ക് കാണാം. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, Exodus chapter 3 word 1. അവൻ അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. ദൈവം എവിടെ നിന്നാണ് പ്രത്യക്ഷനായത്? അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. ദൈവം അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. എന്നിട്ട് ബൈബിൾ പറയുന്നു, അവൻ നോക്കിയപ്പോൾ മുൾപ്പറപ്പ് കത്തുന്നതും അത് വെന്തുപോകാതിരിക്കുന്നതുമായ കാഴ്ച കണ്ടു. അത് ചെന്ന് മോശ നോക്കുവാൻ അടുക്കുമ്പോൾ മോശയെ അവിടെ വെച്ച്, തീയുടെ നടുവിൽ വെച്ച് ദൈവം അപ്പോയിന്റ് ചെയ്യുകയാണ്. ഇത് ജീവനുള്ള ദൈവത്തെ വെളിപ്പെടുത്തുന്ന തീ മാത്രമല്ല, ഇന്ന് രാത്രി ചിലതിനെ ശുശ്രൂഷയ്ക്കായി അപ്പോയിന്റ് ചെയ്യുന്ന, ഇന്ന് രാത്രി ചിലതിനെ ശുശ്രൂഷയ്ക്കായി അപ്പോയിന്റ് ചെയ്യുന്ന തീയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തീയുടെ നടുവിൽ നിന്ന് മോശെ ദൈവം അപ്പോയിന്റ് ചെയ്യുകയാണ്. അടുത്ത ഭാഗങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഇസ്രായേൽ ജനം നോക്കി നിൽക്കുമ്പോൾ യഹോവയുടെ മഹത്വത്തിന്റെ കാഴ്ചകൾ പർവ്വതത്തിന്റെ മുകളിൽ കത്തി നിൽക്കുന്ന തീ പോലെ അവർക്ക് തോന്നിപ്പോയി. ഓ ജീസസ്.
ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നു. ശരിക്കും ദൈവത്തിന് ഒരുത്തനെ അപ്പോയിന്റ് ചെയ്യാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ലക്ഷോപലക്ഷം ജനത്തിന്റെ വിടുതലിന് വേണ്ടി ദൈവത്തിന് ഒരുത്തനെ എഴുന്നേൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം അവനെ തീയുടെ നടുവിൽ നിന്ന് അപ്പോയിന്റ് ചെയ്യും. ചരിത്രം കണ്ടതിൽ നിങ്ങൾ ആൻസർ ചെയ്യണം. ചരിത്രം കണ്ടതിൽ ഏറ്റവും ശക്തനായ നേതാവായിരുന്നു മോശ. ചരിത്രം കണ്ടതിൽ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് പ്രവർത്തിച്ച മനുഷ്യനായിരുന്നു മോശ. ചരിത്രം കണ്ടതിൽ ഇത്രയും കരുത്തുള്ള ഒരു ലീഡറിനെ കാണാൻ കഴിയില്ല. അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്ന് ഭരണകൂടങ്ങളെ ആത്മതലത്തിൽ വിറപ്പിച്ച് വാക്കുകളിലും കരത്തിന്റെ ശക്തിയിലും, രണ്ട് കാര്യങ്ങൾ, കരത്തിന്റെ ശക്തിയിലും വാക്കിന്റെ ശക്തിയിലും ദേശത്തെ ചലിപ്പിച്ച ഈ മനുഷ്യനെ ദൈവം അഭിഷേകം ചെയ്തത്, ദൈവം എഴുന്നേൽപ്പിച്ചത്, ദൈവം അപ്പോയിന്റ് ചെയ്തത് വെള്ളത്തിന്റെ നടുക്ക് നിന്നല്ല, ആമീൻ, ഏതെങ്കിലും ഒരു പ്രതലത്തിൽ നിന്നല്ല, തീയുടെ നടുവിൽ. ഞാൻ പറഞ്ഞു, ഞാൻ വീണ്ടും ഇങ്ങനെ പറയുന്നു, ഞാൻ ഈ പറയുന്ന ഓരോ വാക്കുകളും നിങ്ങളുടെ ജീവിതത്തിൽ ആക്ടിവേറ്റഡ് ആകട്ടെ. ഇസ്രായേലിൽ ജീവനുള്ള ഒരു ദൈവമുണ്ടെന്ന് ബാലിന്റെയും അശേരയുടെയും മുൻപിൽ ദൈവത്തിന് വെളിപ്പെടുത്തുവാൻ അവൻ തീ കൊണ്ട് ഉത്തരമരുളി. ഒരു ജനതയുടെ വിടുതലിനായി തമ്പുരാൻ ഒരുത്തനെ നിയമിച്ചത് തീയുടെ നടുവിൽ നിന്നാണ്. എന്റെയും നിന്റെയും കയ്യിലിരിക്കുന്ന ഈ തിരുവെഴുത്തുകളിൽ ഏറ്റവും ശക്തമേറിയ 10 കൽപ്പനകൾ, അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച് പ്രമാണം, ദൈവത്തിന്റെ പ്രമാണം ദൈവം കൈമാറിയത് തീയുടെ നടുവിൽ. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 18, 19, 20 വാക്യത്തിൽ പറയുന്നു, യഹോവ തീയിൽ സീനായി പർവ്വതത്തിൽ ഇറങ്ങുകയാൽ. Word 20 and 21 please. Exodus chapter 19 word 18, 19, 20, 21. യഹോവ തീയിൽ സീനായി പർവ്വതത്തിൽ ഇറങ്ങുകയാൽ. Word 18 please. അത് മുഴുവൻ പുക കൊണ്ട് മൂടി, അതിന്റെ പുക തീച്ചൂളയിലെ പുക പോലെ പൊങ്ങി. യഹോവ എന്തിലിറങ്ങി? എന്തിലിറങ്ങി? യഹോവ എവിടെ നിന്ന് മോശയെ അപ്പോയിന്റ് ചെയ്തു? ചിലർക്ക് ഇത് കേൾക്കുന്ന അലർജി ആണല്ലോ. നീ ചിന്തിക്കുന്ന ആംഗിളിലല്ല ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. നിനക്കാകെ അറിയാവുന്നത് നരകത്തിലെത്തിയ അവിടെ പോകരുതെന്നാണ് എന്റെ അഭിപ്രായം. നിങ്ങൾക്ക് വേറെ കാര്യങ്ങൾ അറിയാം. ഹല്ലേലൂയ. യഹോവ തീയിൽ സീനായി പർവ്വതത്തിൽ ഇറങ്ങി. യഹോവ തീയുടെ നടുവിൽ നിന്ന് മോശയെ അപ്പോയിന്റ് ചെയ്തു. യഹോവ തീ കൊണ്ട് ഉത്തരം അരുളി. അതിന്റെ പുക തീച്ചൂളയിലെ പുക പോലെ പൊങ്ങി, പർവ്വതമൊക്കെയും ഏറ്റവും കുലുങ്ങി. ഹല്ലേലൂയ. നിങ്ങൾക്കറിയുമോ, ഒരു യാഗം പൂർണ്ണമാകുന്നത്, ഒരു യാഗം കംപ്ലീറ്റ് ആകുന്നത് യാഗപീഠത്തിൽ തീ കത്തുമ്പോഴാണ്. അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിക്കാൻ കൊണ്ടുപോകുമ്പോൾ വിറകും കത്തിയും തീയും കരുതി. എന്നിട്ട് വിറക് ഇസഹാക്കിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. അതിന്റെ കാരണം ഇന്നത്തെ കാലം പോലെയല്ല അന്നത്തെ കാലം. വിറക് നഷ്ടപ്പെട്ടാൽ പിന്നെയും വിറക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ തീ കെട്ടുപോയാൽ യാഗപീഠത്തിൽ യാഗം നടക്കില്ല. തീ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകണം. യാഗപീഠത്തിൽ കത്തിക്കാനുള്ള തീ കെട്ടുപോകാൻ പാടില്ല. അത് ഇസഹാക്കിനെ ഏൽപ്പിച്ചാൽ, ഈ തീ കൊണ്ട് നടന്നുള്ള എക്സ്പീരിയൻസ് ഇല്ലാത്തവൻ ഈ തീ അവനെ ഏൽപ്പിച്ചാൽ, മെച്യൂരിറ്റി ഇല്ലാത്തവന്റെ കയ്യിൽ തീ കൊടുത്താൽ അവൻ അതുകൊണ്ട് അണച്ചു കളയും.
ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്പിരിച്വൽ മെച്യൂരിറ്റി ഇല്ലാത്തവന്റെ മേളിൽ ഈ തീ വന്ന് വീണാൽ അവനത് മിസ്യൂസ് ചെയ്യും. അതുകൊണ്ട് അബ്രഹാം തീ കൊണ്ട് നടന്ന എക്സ്പീരിയൻസ് ഉള്ളവൻ, യാഗം കഴിച്ച എക്സ്പീരിയൻസ് ഉള്ളവൻ. ആ തീ അബ്രഹാം തന്നെ സൂക്ഷിച്ചു. താങ്ക് യു ലോർഡ് ജീസസ്. അത് മാത്രമല്ല, മറ്റൊരു പ്രവചനത്തിന്റെ നിവർത്തീകരണം കൂടിയാണ്. ഇസഹാക്ക് യേശുവിന് നിഴലായിരുന്നു. ഇസഹാക്ക് അബ്രഹാമിന്റെ ഏകജാതനായ പുത്രനായിരുന്നു. യേശു പിതാവിന്റെ ഏകജാതനായ പുത്രനായിരുന്നു. ഇസഹാക്കിനെ യാഗം കഴിക്കുമ്പോൾ വിറകിൻ കഷ്ണങ്ങൾ ഇസഹാക്ക് തന്നെ ചുമന്നു. യേശു തന്നെ താൻ യാഗമാകുമ്പോൾ മരക്കുരിശ് അവൻ തന്നെ ചുമന്നു. ഹല്ലേലൂയ. ഇസഹാക്ക് മരണത്തിൽ പെട്ടതാണ്, പക്ഷേ മരിച്ചു എന്ന് കരുതിയതാണ്, തീർന്നു എന്ന് ചിന്തിച്ചതാണ്. പക്ഷേ കത്തിക്കും ഇസഹാക്കിനും ഇടയിൽ ദൈവം കയറി ഇസഹാക്കിനെ ദൈവം തിരിച്ചു കൊണ്ടുവന്നു. തന്റെ പുത്രനെ 3-ാം നാൾ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചു. ഹല്ലേലൂയ. ലിസൺ ടു മീ. തീ പ്രഷ്യസ് ആണ്. വിറക് പോയാൽ പിന്നെയും ഉണ്ടാക്കാം, കത്തി പോയാൽ പിന്നെയും അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ തീ കെട്ടുപോയാൽ യാഗം പൂർണ്ണമാകത്തില്ല. എല്ലാ യാഗങ്ങളും യാഗം കഴിയുമ്പോൾ തീ വെളിപ്പെടും. ലോകം കണ്ടതിൽ ഏറ്റവും വലിയ യാഗമാണ് ക്രൂശിതനായ ക്രിസ്തുവിന്റെ യാഗം. ക്രിസ്തു ക്രൂശിൽ യാഗമായി. ആ യാഗം എപ്പോഴാണ് പൂർണ്ണതയിലെത്തിയെന്നറിയാമോ? ക്രിസ്തു ക്രൂശിൽ യാഗമായി കഴിഞ്ഞ് പെന്തിക്കോസ്ത് നാളിൽ ആ യാഗത്തിന് ശേഷം ഇതാ അപ്പോസ്തലന്മാരുടെ മേളിൽ പിളർന്ന അഗ്നിനാവുകൾ വെളിപ്പെട്ടു. ആ പിളർന്ന അഗ്നിനാവാണ് ക്രൂശിലെ യാഗത്തെ പൂർണ്ണതയിലെത്തിച്ചത്. അവിടെയാണ് ക്രിസ്തുവിന്റെ യാഗം കംപ്ലീറ്റഡ് ആയത്. അവിടെയാണ് സഭയുടെ എഴുന്നേൽപ്പ്. കർത്താവിന്റെ കാൽവരി മരണം കൺഫേം ചെയ്യുന്നത് അത് മാനവകുലത്തിന് വേണ്ടിയുള്ള യാഗമായിരുന്നു. അത് സഭയ്ക്കായുള്ള യാഗമായിരുന്നു. അതെന്റെയും നിന്റെയും വീണ്ടെടുപ്പിനുള്ള യാഗമായിരുന്നു എന്ന് ഉറപ്പിക്കപ്പെട്ടത്, അത് കൺഫേം ചെയ്തത് അപ്പോസ്തലന്മാരുടെ ശിരസിന്റെ മേൽ പതിഞ്ഞ, ആ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരുടെ മേൽ പതിഞ്ഞ, ആ യാഗം വിശ്വസിച്ചേറ്റെടുത്തവരുടെ മേൽ പതിഞ്ഞ ആ തീയാണ്. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവപൈതലേ, ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം നീ കേൾക്കുമ്പോൾ ആ യാഗം നിന്നിൽ സാക്ഷാത്കരിക്കപ്പെടുന്നത്, ആ യാഗം നിന്നിൽ പൂർണ്ണമാകുന്നത്, ആ യാഗത്തിൽ മാത്രം വിശ്വസിക്കുകയല്ല, ആ യാഗത്താൽ വെളിപ്പെട്ട തന്റെ പരിശുദ്ധാത്മാവിന്റെ തീ ഇന്ന് രാത്രിയിൽ നിന്റെ മേൽ പതിയുവാനിടയാകട്ടെ. Thank you Holy Spirit. Thank you Holy Spirit. Hallelujah. സ്വർഗത്തിലെ ദൈവം മോശയെ നിയമിക്കുന്നത് തീയുടെ നടുവിലാണ്. പ്രമാണം കൈമാറുന്നത് തീയുടെ നടുവിലാണ്. ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ, ലിസൺ ടു മീ, ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 12, 13, 14, 15 വാക്യങ്ങൾ ഞാൻ വായിക്കുമ്പോൾ എനിക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ജഡ്ജ്മെന്റ്സ് ചാപ്റ്റർ 15 വേഴ്സസ് 12 to 15, അവിടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഫെലിസ്ത്യരുടെ കയ്യിൽ ശിംശോൻ ഏൽപ്പിക്കപ്പെടുമ്പോൾ 13-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചാപ്റ്റർ 15, ജഡ്ജസ് ചാപ്റ്റർ 15 വേഴ്സ് 12 to 15. ഓക്കെ, 2 പുതിയ കയറ് കൊണ്ട് അവനെ കെട്ടി. പറഞ്ഞ പുതിയ കയറ്. ഒരു കാരണവശാലും പൊട്ടിക്കരുത്, ഒരു കാരണവശാലും രക്ഷപ്പെടരുത്. പറഞ്ഞേ, ഒരു കാരണവശാലും രക്ഷപ്പെടരുത്. ഞാനിത് പറയുന്നത് വെറുതെ പറയല്ല, നീ പോലും അറിയാതെ ഒരു കാരണവശാലും നീ രക്ഷപ്പെടരുത്. പുതിയ കയറുകൾ കൊണ്ട് കെട്ടുകയാണ്. എന്നാൽ വേദപുസ്തകം പറയുന്നു 14-ാം വാക്യത്തിൽ, അവൻ ലേഹിയിലെത്തി ഫെലിസ്ത്യരെ കണ്ട് ആർത്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു.
എന്താ ശിംശോന്റെ മേൽ വന്നേ? പറ. യഹോവയുടെ ആത്മാവ്. എന്നെ നോക്കാതെ ബൈബിൾ നോക്കി പറ. യഹോവയുടെ ആത്മാവ്. പക്ഷെ യഹോവയുടെ ആത്മാവ് അവന്റെ മേളിൽ വന്നപ്പോ കയറ് കത്തിപ്പോയി. Yes. അപ്പൊ ആത്മാവ് ഏത് പരുവത്തിനാ വന്നേ? The fire of God. Fire, 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 fire. Come on. Yay, sakataba kataba. Rushakatabro sadarababa. The fire of God. Rikala prash bakatabo rabas. അങ്ങനെയാണെങ്കിൽ ആത്മാവ് അവന്റെ മേൽ ഇറങ്ങിയത് തീയായിട്ടല്ലേ? Yes, pastor. Ripa shakadabaragada. യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. അവന്റെ കയ്യിൽ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെയായി. അവന്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചു പോയി. ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നു, വിശ്വസിക്കുക, ഇത് സ്വീകരിക്കാൻ തയ്യാറാകുക. നീ വിശ്വസിക്കേണ്ടത് പിശാച് പറയുന്നതല്ല, നീ വിശ്വസിക്കേണ്ടത് അസൂയക്കാരൻ പറയുന്നതല്ല, നീ വിശ്വസിക്കേണ്ടത് അഭിഷേകമില്ലാത്തവൻ പറയുന്നതല്ല, നീ വിശ്വസിക്കേണ്ടത് ദൈവത്തിന്റെ വചനം പറയുന്നതാണ്. നീ വിശ്വസിക്കേണ്ടത് ദൈവ വചനമാണ്. ശിംശോന്റെ മേളിൽ ആത്മാവ് തീ പോലെ ഇറങ്ങിയപ്പോൾ അവനെ കെട്ടിയ കയറുകൾ ഇന്ന് രാത്രി അഴിഞ്ഞെങ്കിൽ പ്രാർത്ഥിക്കാൻ ഈ കോൾച്ചസ്റ്ററിന്റെ മേളിൽ, ലണ്ടന്റെ മേളിൽ, യുകെയുടെ മേളിൽ, നിന്റെ തലമുറയുടെ മേളിൽ ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേളിൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു തീയായി സ്വീകരിക്കുന്നവർ സ്വീകരിച്ച് ആത്മാവിൽ ആരാധിച്ച്, ആത്മാവിൽ ആരാധിച്ച്. Oh, yes, yes, yes. കുടുംബങ്ങളെ ബന്ധിച്ചിരിക്കുന്ന കയറുകൾ, വിശ്വാസത്തെ ബന്ധിച്ചിരിക്കുന്ന കയറുകൾ, നിന്റെ ആരാധനയെ ബന്ധിച്ച കയറുകൾ, നിന്റെ പ്രാർത്ഥനയെ ബന്ധിച്ച കയറുകൾ, നിന്റെ തലമുറയെ ബന്ധിച്ച കയറുകൾ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ സഭാ വളർച്ചയെ ബന്ധിച്ച കയറുകൾ, സ്നാനങ്ങളെ ബന്ധിച്ച കയറുകൾ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. സ്വീകരിക്കുന്നവർ കരങ്ങൾ അടിച്ച് ആത്മാവിൽ ആരാധിച്ചു. യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ ഇറങ്ങി. അവന്റെ കയ്യിൽ കെട്ടിയിരുന്ന കയറുകൾ, ബന്ധനങ്ങൾ കരിഞ്ഞുപോയി. Now he is free. Yes, he is. Now he can do anything. Yes, he can. Hey, come on. Some people Hey, come on. some people are here. Come on. They are praying, Lord, I can't do anything, Lord. എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല കർത്താവേ, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കർത്താവേ, എന്റെ സഭ വളരുന്നില്ല കർത്താവേ, ആത്മാക്കൾ വരുന്നില്ല കർത്താവേ, വിടുതൽ നടക്കുന്നില്ല കർത്താവേ, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല കർത്താവേ, ആരാധിക്കാൻ In the name of Jesus, the fresh fire, 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 fire. fresh fire, fire, receive it. Fresh fire, the fresh fire, the fresh fire, the fresh fire. Oh, ശരീരത്തെ വിട്ടുകൊടുത്തേ, അതിന്റെ മേൽ പിടിക്കാൻ പ്രാർത്ഥിച്ചു. ആ കയറുകൾ, listen to me, തീ അവന്റെ മേൽ വന്നപ്പോൾ അവന്റെ ബന്ധനങ്ങൾ കരിഞ്ഞുപോയി. അവൻ ഫ്രീ ആയി. നിനക്ക് യഥാർത്ഥമായി ഫ്രീ ആകണം,
can feel in my spirit. Come on. Yes, Pastor. നിന്റെ ആങ്സൈറ്റി പോണോ? Yeah. ഡിപ്രഷൻ പോണോ? Prophesy. നിന്റെ പാനിക് അറ്റാക്ക് പോണോ? Yeah, come on. ശ്വാസം മുട്ടല് പോണോ? Prophesy, man of God. എന്തോ ഒരു നെഞ്ചിനകത്ത് എന്തോ ഇരിക്കുന്നത് പോലെ ഉള്ള ഫീല് പോണോ? Yes. Yeah. പോണോ? Yes. ഫ്രീ ആവണോ? Yes. പ്രാർത്ഥിച്ചു. Oh, shut. ഇന്ന് ഈ തീ നിന്റെ മേൽ Fire, ഇറങ്ങി fire, 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 fire. നിന്നെ ലോക്ക് ചെയ്ത Fire, ലോക്ക് fire, 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 fire. Ruba-ba-ba-ba-ba-ba-ba, shakata-ba-ba-ba-ba, ruba-kata-ba-ra-ba-ba-ba-ra-ba-kala-ba-ra-kata-bas. Oh, shakata-ba-ra-kata-ba-ra-ba-ra-ba. Libra-kata-ba-sa-da-ra-ba-shwa-kata-ba-ra-kata. Oh yeah. Oh yeah. Shaya la 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 la. Raya la ba 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 ma 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 ma. Shana na 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 na. ബൈബിൾ പറയുന്നു അവനൊരു കഴുതയുടെ പച്ചത്താടിയല്ല കൈ നീട്ടിയെടുത്തു. Come on. Rimana Aha. mashkota brakatabosi. തീ ഇറങ്ങിയപ്പോൾ Yes. കയറ് പൊട്ടിയപ്പോൾ Ah. അവൻ ഫ്രീ ആയപ്പോൾ Yes, Pastor. അവന്റെ ഡെലിവറൻസിനുള്ളത് Hey, come on. അവന്റെ കൈദൂരത്ത് വന്നു. Oh, Jesus. Rupakatabrash mahota brakasi. Come on. പലതും നിന്റെ മുമ്പിൽ കിടപ്പുണ്ട്. Yes. പലതും നിന്റെ മുമ്പിൽ നിനക്ക് വേണ്ട നിന്റെ വിടുതലിന് വേണ്ടത് ആമേൻ പൈശാചിക മണ്ഡലത്തെ തകർക്കാനുള്ളത് നിന്റെ കൺമുൻപിൽ കൈ എത്തുന്ന ദൂരത്ത് നിന്റെ അടുത്ത് കിടപ്പുണ്ട്. പക്ഷേ ഈ കയറ് കിടക്കുന്നത് കൊണ്ടാണ് നിനക്കത് എടുക്കാൻ കഴിയാത്തത്, നിനക്കത് ഉപയോഗിക്കാൻ കഴിയാത്തത്. പക്ഷെ ഞാൻ ഇങ്ങനെ ആത്മാവിൽ പ്രവചിക്കുകയാണ്, നിന്റെ മേളിൽ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിന്റെ തീ ഇറങ്ങി വന്നാൽ നിന്റെ മുമ്പിൽ ദൈവം വെച്ചിരിക്കുന്ന സകല പ്രൊവിഷനുകളും ഇന്ന് രാത്രി നിന്റെ മുമ്പിൽ ഓപ്പൺ ആയി വരും. Yes, we believe it. Oh, Rupakatabarabash mahota. Yes. കൈയെത്തുന്ന ദൂരത്ത് Yes. കയ്യെത്തുന്ന ദൂരത്ത്. കയ്യെത്തുന്ന ദൂരത്ത്. Amen. കൺമുമ്പിൽ കൺമുൻപിൽ. Yes. രക്ഷപ്പെടാനുള്ള വഴി വെച്ചിട്ടുണ്ടായിരുന്നു. Yes. പക്ഷെ പുള്ളി അത് കണ്ടില്ല. കണ്ടില്ല. പുള്ളിക്കത് കാണാൻ പറ്റിയത് Oh. ദൈവത്താൽ അയക്കപ്പെട്ട ആത്മാവിന്റെ തീ അവന്റെ മേലിറങ്ങി. Rabakash. ആ കയറ് കത്തിപ്പോയി കഴിഞ്ഞപ്പോൾ Yes. Hey. ഞാൻ ഇങ്ങനെ പറയുന്നു, നിന്റെ ആത്മതലങ്ങളെ, നിന്റെ സ്പിരിച്വൽ ഐസിനെ, നീ കാണേണ്ട നന്മകളെ നിന്നെ കാണിക്കാതെ, നീ രക്ഷപ്പെടേണ്ട വഴികളെ നിന്റെ മുമ്പിൽ തുറക്കാതെ നിനക്കത് ബ്ലൈൻഡ് ആക്കി വെച്ചിരിക്കുന്നത് ഇന്ന് രാത്രിയിൽ യഥാർത്ഥമായി Yes. പരിശുദ്ധാത്മാവിന്റെ തീ നിന്റെ മേളിൽ വന്നു. Oh, Jesus. That will open it. Yes, Pastor. We believe it. I will open it. Oh, Rakata. നിന്റെ ഡിപ്രഷൻ നിന്നെ വിട്ടുമാറും. Amen. നിന്റെ ആങ്സൈറ്റിയിൽ നീ പുറത്തു വരും. Amen. Thank you, Holy Spirit. Rushahatabo. Thank you, Holy Spirit. പറഞ്ഞേ വിടുതൽ നൽകിയ തീ. Sit. കർമ്മേലിന്റെ മുകളിൽ ഉത്തരമരുളിയ തീ. ഹോരേബിന്റെ പർവ്വത മുകളിൽ മോശയെ അപ്പോയിന്റ് ചെയ്ത തീ. സീനായ് പർവ്വതത്തിന്റെ മുകളിൽ തന്റെ ജനത്തിന് പ്രമാണം കൈമാറിയ തീ. ശിംശോനെ ഫ്രീ ആക്കിയ തീ. ഇതാ ഒരു ദൈവമനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ഉസ്സിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന കാഴ്ച ഞാൻ കണ്ടു. വേദപുസ്തകത്തിൽ ആ കാഴ്ചയുടെ നടുവിൽ പ്രവാചകൻ പറയുന്നു, ഇതാ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാൻ ശുദ്ധിയില്ലാത്ത മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ളവരുടെ ഇടയിൽ വസിക്കുന്നു. ബൈബിൾ പറയുകയാണ്, അപ്പോൾ 6-ാം വാക്യം, സറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു.
ആഹാ, സറാപ്പുകൾ സ്വർഗത്തിലാണ്. ഈ തീയുടെ ഉറവിടം അവിടെയാണ്. ജീസസ്. സറാപ്പുകൾ എടുത്തുകൊണ്ട് വന്നത് ഐസ് കട്ടയല്ല, തീ എടുത്തുകൊണ്ട് വന്നു. അവന്റെ നാവിനെ തുടിച്ചു. വേദപുസ്തകം പറയുന്നു, ഈ തീ നിന്റെ നാവിനെ തൊട്ടതിനാൽ, ഈ തീ നിന്നെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി, നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു. ഇനി നീ പ്രവചിക്കുന്നത് അടുത്ത ഡൈമെൻഷനിലാണ്. ഇനി നീ പ്രവചിക്കുന്നത് അടുത്ത ആത്മതലങ്ങളിലാണ്. ഇനി എനിക്ക് നിന്നെ ഉപയോഗിക്കാനുള്ളത് മറ്റൊരു തലത്തിലാണ്. ഇത് നിയമനം നൽകിയ തീ മാത്രമല്ല, ഇത് പ്രമാണം നൽകിയ തീ മാത്രമല്ല, ഇത് ഉത്തരമരുളിയ തീ മാത്രമല്ല, ഇത് ശുദ്ധീകരിക്കുന്ന തീയാണ്. ഇത് ശുദ്ധീകരിക്കുന്ന തീയാണ്. ഓ, ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നു, യഥാർത്ഥമായും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരഗ്നിയായി നിങ്ങളുടെ മേളിൽ വെളിപ്പെട്ടാൽ വേണ്ടാത്തതെല്ലാം കത്തിപ്പോവും. നിങ്ങൾ പറയുന്ന ചില കാര്യങ്ങളിൽ, പാസ്റ്റർ എനിക്ക് ഇതിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല, ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്കിതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ടെംപ്റ്റേഷനെ ജയിക്കാൻ പറ്റുന്നില്ല. ഇതിനൊറ്റ സൊല്യൂഷനേ ഉള്ളൂ, തീ ഇറങ്ങണം. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ TPM എന്ന് പറയുന്ന സഭയുടെ സർവദേശീയ കൺവെൻഷൻ നടക്കുമ്പോൾ, വേലക്കാരെ തിരഞ്ഞെടുക്കുന്ന ഒരു മീറ്റിംഗ് ശനിയാഴ്ച പകൽ നടക്കുമ്പോൾ, ഞാൻ ആ സർവദേശീയ കൺവെൻഷനിൽ ആ പകലിൽ അവിടെ പങ്കെടുക്കുന്നതായ സമയത്ത് കുറച്ച് ദൈവദാസന്മാർ, അത് ഒരു തോടിൻ്റെ കരഭാഗത്താണ്, അതിൻ്റെ പുറകിലൂടെ ഒരു തോടൊഴുകുന്നുണ്ട്. കൊട്ടാരക്കര TPMന്റെ സർവദേശീയ കൺവെൻഷനാണ്. കുറച്ച് ദൈവദാസന്മാർ പുറകോട്ട് ഒരു വടിയൊക്കെ ആയിട്ട് ഓടിപ്പോകുന്ന കണ്ടു. സംഭവം ഇതാണ്, അവിടെ ശുശ്രൂഷ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു അണലി ഈ തോട്ടിൽ നിന്നോ എവിടുന്നോ ഇഴഞ്ഞ് ഈ സ്റ്റേജിൻ്റെ അടിക്ക് കയറിപ്പോയി. ശുശ്രൂഷകർ അതിനെ കമ്പുകൊണ്ട് വെളിയിലേക്ക് വലിച്ചിട്ടു, അവരതിനെ അടിച്ചു. ഞാൻ കണ്ടൊരു കാഴ്ച, ഒരു സീനിയർ ആയിട്ടുള്ള ഒരു മൂപ്പൻ, അവിടുത്തെ അപ്പച്ചൻ, നല്ല സീനിയറായ അപ്പച്ചൻ പുറകിലൂടെ ഇറങ്ങി വന്നിട്ട് ഈ പിള്ളേരോട് പറയുകയാണ്, മക്കളെ, എടാ അത് അണലിയാടാ, അതിനെ അടിച്ചാൽ അവൻ ചാവത്തിലടാ, തീ കൂട്ടിയിട്ട് കത്തിക്കാൻ. ഈ ചിലതിനെയൊക്കെ നമ്മൾ സഭായോഗത്തിൽ അടിച്ചുവിടും, ചതച്ചുവിടും. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും കഴിയുമ്പോഴത്തേന് ഇവൻ വീണ്ടും ജീവൻ പ്രാപിക്കും. ആരും മിണ്ടുന്നില്ല. പക്ഷേ ഇന്നവനെ അങ്ങ് കത്തിച്ചാൽ, പ്രാർത്ഥിച്ചോ, ഈ അഭിഷേകത്തിന്റെ തീ പാപത്തെ ജയിക്കാൻ, ലോകത്തെ ജയിക്കാൻ, നിന്റെ കോപ സ്വഭാവത്തെ ജയിക്കാൻ, നിന്റെ തിന്മയെ ജയിക്കാൻ, നിന്റെ ബാഡ് ടെംപ്റ്റേഷനെ ജയിക്കാൻ, in the name of Jesus, that fire, 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 fire. ശുദ്ധിയില്ലാത്ത അതരമുള്ള എന്റെ അതരം ശുദ്ധമാകാൻ, ശുദ്ധിയില്ലാത്ത എന്റെ ജീവിതം ശുദ്ധമാകാൻ, ശുദ്ധിയില്ലാത്ത എന്റെ ശുശ്രൂഷ ശുദ്ധമാകാൻ ദൂതൻ തീക്കനൽ കൊണ്ടുവന്ന് പറന്നു വന്ന് എന്റെ നാവിനെ തുടിച്ചു. നിങ്ങളുടെ മക്കൾ അഭിഷേകത്തിൽ നിറയാൻ പ്രാർത്ഥിക്കണം. അവർ പരിശുദ്ധാത്മാവിന്റെ തീയിൽ നിറയാൻ പ്രാർത്ഥിക്കണം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആ തീ അവരുടെ മേലുണ്ടെങ്കിൽ അഭിഷേകത്തിന്റെ അഗ്നിയിൽ നിൽക്കുന്ന, ഒരു സാധാരണ വെള്ളത്തിലല്ല, അഭിഷേകത്തിന്റെ അഗ്നിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ശുദ്രജീവികളൊന്നും ഈച്ചയും പാറ്റയും കൊതുകും ഒന്നും അടുക്കുകയില്ല. ഇത് ശുദ്ധീകരിക്കുന്ന തീ മാത്രമല്ല. സക്രിയാവ് 2:5 വരുമ്പോൾ ബൈബിൾ പറയുന്നു, ഞാൻ നിനക്ക് ചുറ്റും തീ മതിലായിരിക്കും. ഞാൻ നിനക്ക് ചുറ്റും. ഞാനെന്ന് പറഞ്ഞത് ആരാ? പിശാചാണോ? യഹോവയാണോ? ഉറപ്പാണോ? ഞാൻ നിനക്ക് ചുറ്റും തീ മതിലായിരിക്കും.
തീ മതിലായിരിക്കും. Oh, sakatamo. ചുറ്റും തീ കത്തുന്നെങ്കിൽ Amen. ഇനി ഒന്നിനും ഒരു സാധനത്തിനും Jesus. ഇനി എഴഞ്ഞു വന്ന് ഇതിനകത്ത് കയറാൻ കഴിയില്ല. പറ്റത്തില്ല. Yes. തീയുടെ പുറത്ത് നിൽക്കത്തേ ഉള്ളൂ. Rushagarabasi. Yes, Master. I truly believe it. I truly believe it. Rukamash mahota brakadabas. നിന്റെ സഭയ്ക്ക് വിരോധമായി, Yes. നിന്റെ ശുശ്രൂഷകൾക്ക് Oh, വിരോധമായി shakatamana. ഒന്നിനും അടുക്കാൻ കഴിയാതെ Hey. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. Yes. ഒന്നിനും അടുക്കാൻ കഴിയാതെ, ഒന്നിനും ജയിക്കാൻ കഴിയാതെ ആത്മാവിന്റെ ഒരു തീ Yes. നിന്റെ ചുറ്റും കത്തണം. Amen. അത് നിന്റെ പ്രാർത്ഥനയിൽ അത് കത്തണം. Yes. എന്നോട് ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, നിനക്ക് തന്നെ ജയിക്കുവാൻ കഴിയാത്ത, നിനക്ക് ഓവർകം ചെയ്യാൻ കഴിയാത്ത സകല മേഖലകളെയും ഈ അഭിഷേകത്തിന്റെ അഗ്നി നിന്നെ ജയിപ്പിക്കും. Amen. നിന്നെ ജയിപ്പിക്കും. ഞാൻ നിനക്ക് ചുറ്റും Teemadila. തീ മതിലായിരിക്കും. Yes. ഇതുകൊണ്ടാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ 1 തെസ്സലോനിക്കർ 5:19 പൗലോസ് പറഞ്ഞത്, ആത്മാവിനെ കെടുക്കരുതെന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുമ്പോൾ അത് കെടുത്തരുത് എന്നാണ്. ആത്മാവിനെ കെടുക്കരുതെന്നൊരു വാക്കുണ്ടാവും. മലയാളികൾ പറഞ്ഞ്, തൃശ്ശൂർക്കാര്, എറണാകുളംകാര്, കൊല്ലംകാര്, കണ്ണൂക്കാര് പറഞ്ഞ് കെടുക്കരുത് എന്നൊരു വാക്കുണ്ടോ? കെടുത്തരുത്. Do not quench not the spirit. ആത്മാവിനെ കെടുത്തരുത് എന്ന് പറയണമെങ്കിൽ അത് കത്തുന്ന ഒന്നാണ് അകത്ത്. ഇത് പരിശുദ്ധാത്മാവിന്റെ നിഴലാണ്. അപ്പോസ്തലന്മാരുടെ മേളിൽ കത്തിയ ഈ അഗ്നിയാണ് അവർ ഏറ്റവും ഭയപ്പെട്ടത്. അനന്യാസും സഫീറയും വ്യാജം കാണിച്ചപ്പോൾ ഈ തീയാണ് അവരെ തകർത്ത് കളഞ്ഞത്. ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നു, ഈ കൂട്ടത്തിന്റെ നടുവിൽ ആത്മാവിന്റെ അഗ്നിയാൽ നിറഞ്ഞൊരു കൂട്ടം, ഈ പൈശാചിക മണ്ഡലത്തിന് ഈ സാധനത്തോട് ഭയങ്കര എതിർപ്പാണ്. ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഈ വിഷയത്തിലാണ്. ഏത് പാട്ട് വേണമെങ്കിലും പാടാം, ദുഃഖവും ദാരിദ്ര്യവും നിറഞ്ഞ ഏത് പാട്ടും പാടാം. പക്ഷേ തീ കൊണ്ട് കണക്ട് ചെയ്യുന്ന പാട്ട് പാടിക്കൂടാ. അത് പൈശാചിക മണ്ഡലത്തിന് അസ്വസ്ഥതയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്. കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുന്നവരൊന്ന് എഴുന്നേറ്റ് നിന്നേ. കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മാത്രം ഒന്ന് എഴുന്നേറ്റ് നിന്നേ. എന്തെങ്കിലും വിഷയങ്ങളെ ജീവിതത്തിൽ ഓവർകം ചെയ്യാൻ കഴിയാത്തവരോ അതിനെ ജയിക്കാൻ പറ്റാത്തവരോ ഉണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നേ. The Lord will give you the strength and deliver you. Sandalamamas. ദൈവത്തിന്റെ ആത്മാവിന്റെ അഗ്നി എൻ്റെ മേൽ കത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ, can you please stand on your feet? That persons I want to pray. Thank you Holy Spirit. നിങ്ങൾ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങണം. Lord, appoint me tonight. Appoint me tonight. Appoint me tonight. Shana Nakula Ratada. Appoint me. Appoint me, Lord. തീയുടെ നടുവിൽ നിന്ന് മോശെ അപ്പോയിന്റ് ചെയ്ത ദൈവമേ, Appoint me, Lord. എന്നെ അപ്പോയിന്റ് ചെയ്യണമേ, Appoint me, Lord. എന്നെ ശുദ്ധീകരിക്കണമേ. Appoint me, Lord. ഇന്ന് രാത്രിയിൽ ഈ ദൈവശക്തി ഒരു പരിധി വിട്ട് എൻ്റെ മേൽ ഇറങ്ങിയേ പറ്റൂ. ഇപ്പോഴും എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയാത്തത്, ഇപ്പോഴും എനിക്ക് ശരിക്കും പ്രയോജനപ്പെടാൻ കഴിയാത്തത്, അളവുകൾ ഞാൻ വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. എമ്മൗസിലേക്ക് കടന്നുപോയ കുടുംബം അവർ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അവൻ വഴിയിൽ ഞങ്ങളോട്
തിരുവെഴുത്തുകളെ സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളം ഞങ്ങളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ? അവന്റെ വാക്കുകൾ എൻ്റെ അസ്ഥിയിൽ ചൂട് പിടിപ്പിച്ചു. ആ ഒരൊറ്റ ഇൻസിഡന്റ് ആണ് ആ കുടുംബത്തെ മടക്കി ജെറുസലേമിലേക്ക് കൊണ്ടുവന്നത്, വാഗ്ദത്തത്തിലേക്ക് കൊണ്ടുവന്നത്. ഞാൻ പാസ്റ്റർ ആശിഷിനോട്, ഈ ദേശത്ത് പ്രവർത്തിക്കുന്നവരോട്, UK പ്രവർത്തിക്കുന്നവരോട് പറയുന്നു, സ്മിത്ത് വിഗിൾസ്വർത്തും വില്യം സേമോറും ഇവാൻ റോബർട്ട്സും ഓറൽ റോബർട്ട്സും A അലനും റെയ്നാർഡ് ബോങ്കയും ഇവരെല്ലാം ഓപ്പറേറ്റ് ചെയ്തത് ഈ അഗ്നിയുടെ അഭിഷേകത്തെയാണ്. റെയ്നാർഡ് എഴുന്നേറ്റ് നിന്ന് ഫയർ എന്ന് പറയുമ്പോൾ ആഫ്രിക്ക ചലിക്കുമായിരുന്നു. രാത്രിയിൽ ഇതിന് വിരോധമായി അകത്ത് നിൽക്കുന്നവൻ തന്നെ പിശാച് അവനെ എഴുന്നേൽപ്പിക്കുമ്പോൾ ഒരു തലമുറ ഈ അഗ്നിയുടെ അഭിഷേകമായി യഹോവയുടെ ആത്മാവ് ശിംശോന്റെ മേൽ ഇറങ്ങിയപ്പോൾ കയറുകൾ കരിഞ്ഞു പോയെങ്കിൽ ആ ബന്ധനത്തിന്റെ നുഖങ്ങൾ തകരട്ടെ. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ച്. ഇനി ആരും ആരെ ശ്രദ്ധിക്കരുത്. ഇനി ആരും ആരെ ശ്രദ്ധിക്കരുത്. വീഴുന്നവരെയോ ചാടുന്നവരെയോ പാടുന്നവരെയോ, ഇഷ്ടമല്ലാത്തവർക്ക് പോകാം, താല്പര്യമില്ലാത്തവർക്ക് പോകാം. പ്രാർത്ഥിക്കാൻ തുടങ്ങി.